ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഏറ്റവും പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഇതിൻ്റെ ഒച്ചയ്ക്ക് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുണ്ടാവും പാവം കഷ്ടപ്പെട്ട് എണീറ്റ് എടുക്കുന്നൊരു വ്ളോഗാണെന്നുള്ളത്. കാരണം ഇവിടെ ബാക്കിയുള്ള അവസ്ഥ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. പാതിരാത്രിയാണ് എല്ലാവരും വന്ന് കയറുന്നത്, രാത്രിയാണ് എല്ലാവരും കിടക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എടുത്തിട്ടില്ലെങ്കിൽ അത് നിങ്ങളോട് ഞാൻ ചെയ്തു പോകുന്ന ചതിയാണ് എന്നെനിക്ക് തോന്നും. അപ്പോൾ ഇന്ന് സ്കൂൾ കാര്യങ്ങളൊക്കെ തുറക്കുകയായി. നല്ലൊരു സ്കൂൾ പൂട്ടിന് ശേഷം, കാരണം നമ്മൾ എൻജോയ് ചെയ്ത ഒരുപാട് കാലത്തിന് ശേഷം നമ്മൾ ഒരുപാട് എൻജോയ് ചെയ്തൊരു വെക്കേഷനാണ്. കുറേ ആക്റ്റീവായിട്ടുള്ള പരിപാടികൾക്ക് പോയിട്ടുള്ളൊരു വെക്കേഷനാണ്. ന്യൂ ഇയർ പ്രോഗ്രാം ആണെങ്കിലും വേറെ ക്യാമ്പ്സ് ആണെങ്കിലും അതുപോലെ തന്നെ ട്രിപ്പ് ആണെങ്കിലും. ഇപ്പോൾ നമ്മൾ റീസെൻ്റ്ലി മറൈൻ വേൾഡ് പോയി. ചാവക്കാടുള്ള പഞ്ചവടി ചാവക്കാടുള്ള മറൈൻ വേൾഡ് പോയി. അടിപൊളി പരിപാടിയാണ്. അതുപോലെ തന്നെ അവിടുത്തെ ഡീപ്പ് വണ്ടേഴ്സിലെ ഫസ്റ്റ് വ്ളോഗ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അതുപോലെ തന്നെ അവിടുത്തെ സെക്കൻഡ് വ്ളോഗ് വരാണ്ട്. സെക്കൻഡ് വ്ളോഗ് ഒരു രക്ഷയില്ല. നമ്മൾ എമ്മൂൻ്റെ കൂട്ടുകൊക്കെ ഇറങ്ങണ കുറച്ച് പരിപാടികളതിലുണ്ട്. അപ്പോൾ എന്തായാലും അത് മസ്റ്റായിട്ട് നിങ്ങൾ കാണണം. അപ്പോൾ ഇന്ന് ഞാനിവിടെ ആരൊക്കെ വന്നിട്ടുണ്ട്, ആരൊക്കെയാണ് നമ്മുടെ വീട്ടിലെത്തിയിരിക്കുന്നതെന്ന് ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും കാണിച്ചു തരാം. അപ്പോൾ ഇവരൊക്കെ ഈ കുതിരകളൊക്കെ ഞാൻ എപ്പോഴും വിളിക്കലുണ്ട്. എല്ലാ ടൈമിലും വെരി 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 പറഞ്ഞിട്ട് ഞാൻ വിളിക്കുന്നൊരു കമ്മി കാണിക്കലില്ല. അപ്പം ആരാണെങ്കിലും നമ്മളെ കൂട്ടത്തിലെ എല്ലാ ആൾക്കാരും ഞാൻ നിരന്തരം കോൺടാക്ട് ചെയ്ത് വരുമോ വെച്ച് ഇവരെ കാലുടിച്ച് നിൽക്കലാണ്. പക്ഷേ ഇവരാണ് വരാത്തത്. അപ്പോൾ അതിന് നിങ്ങളാരും കുറ്റം പറയരുത്. കാരണം ഇവര് വരില്ലല്ലോ, ഇവരെ കാണില്ലല്ലോ പറഞ്ഞിട്ട് എൻ്റെ മേത്ത് കിട്ടരുത്. ഇവരെല്ലാവരും വിളിച്ച് അവസാനം ഞാൻ ഇന്ന് വൈകുന്നേരം ഒരു പ്ലാന് പറഞ്ഞു. ആ പ്ലാൻ ഞാനിപ്പോൾ വെച്ചിട്ടില്ലേ അപ്പോൾ പ്ലാനിനെ കുറിച്ച് ഞാനിപ്പോൾ എന്താണെന്നുള്ളത് പറയണില്ല. അത് വൈകുന്നേരം നമുക്ക് റിവീലാക്കാം. അങ്ങനെ ഒരു ഓഫറൊക്കെ കൊടുത്തിട്ടാണ് ഇപ്പോൾ ഇവരെല്ലാവരും വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും കിടന്നുറങ്ങണ ആ ദൃശ്യം ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും കാണിച്ചു തരാം. ഇത് ഈച്ചുവിൻ്റെ റൂം കേട്ടോ. ഇത് ഈച്ചുവിന് ഇന്നലെ ഓനത് അവിടെ കിടക്കണേ വെച്ചാൽ മതി. ഈച്ചുവിന് ഇന്നലെ എന്ത് ചെയ്തിരിക്കണേ, എനിക്കൊന്ന് രാത്രി ജലദോഷമോ പനിയോ മൂടക്കളക്കി കിടക്കുന്നുണ്ട്. എന്തോ ഒരു സംഭവം ഉണ്ടായിരിക്കണം. എന്നിട്ട് എന്ത് ചെയ്തു, AC ഓഫ് ചെയ്തു. ഈ റൂമിൽ ഇന്നലെ കണ്ടമാന ആളേനെ. അതായത് ഈ റൂമിൽ ഓർമ്മകളായ വർക്ക് ഇന്നലെ ഇപ്പം ഈസാൻ്റെ ഫോണിൽ എല്ലാവരും പഴയ ക്ലിപ്പുകളും ഉണ്ട്. അതായത് സൈക്കോ, ജിംഷ, ഷാനു, ഞാൻ എല്ലാവരും പഴയ അലമ്പ് മൊത്തം ഈസാൻ്റെ ഫോണിലാണ്. ഫോൺ മാറ്റുമ്പോൾ അതൊന്നും ഡിലീറ്റ് ആക്കില്ല, എല്ലാം കീപ്പ് ചെയ്ത്. അതായത് ഈസാൻ്റെ ഒരു ഹോബി എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ അങ്ങോട്ട്, അതായത് ബാക്കിയുള്ള ആൾക്കാരല്ല കേട്ടോ, പുറമേ നിന്നുള്ള ആൾക്കാരില്ല, നമ്മളെ കൂട്ടത്തിലുള്ള ആൾക്കാരെങ്ങനെ തസ്ബീസാക്കുമ്പോൾ ഓൽക്ക് ഇങ്ങോട്ട് ഇടങ്ങാറോ ഇജൊന്ന് പൊയ്ക്കാന്നറിയില്ലേ, അങ്ങനെ പറയണതാണ് ഓൻ്റെ ഒരു ഹോബി. അത് അതിന് ഓനൊരു പ്രത്യേക ആനന്ദം കണ്ടെത്താണ്ട്. അങ്ങനെ പല ഫോട്ടോസൊക്കെ ഇന്നലെ അണിനിരത്തി ഇവൽ രാത്രി ചിരിക്കണു. ഞാനിത് എങ്ങനെയെങ്കിലും രാവിലെ നീച്ച് എനിക്ക് വ്ളോഗ് എടുക്കണമല്ലോ കരുതിയിട്ട് ഞാൻ എന്ത് ചെയ്തു, കണ്ണോപ്പിട്ടിട്ട് ഞാൻ ഒരൊറ്റ ഉറങ്ങി. അതുകൊണ്ട് തന്നെ എനിക്ക് നല്ല വൃത്തിയിൽ എണീക്കാൻ പറ്റി. എപ്പോഴും ഉറക്കാണ് വലിയ ഫ്യൂവൽ കേട്ടോ. ഉറക്കത്തിൻ്റെ അത്ര വലിയൊരു ഫ്യൂവൽ പറഞ്ഞു. ഇതാരെങ്ങനെ ഒട്ടിച്ച് മാഗ്നറ്റോ? മാഗ്നറ്റ് ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ടാ ഫുൾ ഫാമിലീൻ്റെ കാണിച്ചു കൊടുക്കാം. മേലെ ഞാൻ ഇപ്പച്ചി പിന്നെ നമ്മളെല്ലാവരും വീടും ഞാൻ, പിന്നെ നമ്മൾ ഇപ്പച്ചി ഡാഡി ആഫി, ഞാൻ ഇപ്പച്ചി ഫുൾ ഫാമിലി ഫോട്ടോസ് ഉണ്ട്. അതാണ് എൻ്റെ ഫേവറേറ്റ്. ലൈറ്റ് വരുന്നുണ്ടോ? ഇന്നലെ എന്ത് AC ഓഫ് ആയത്? AC എന്താ ഓഫ് ആക്കി? AC ഇടല്ല. ഇന്നലെ ഇവിടെ ഇത്രയും ഒരുപാട് ജനങ്ങളുണ്ടായിരുന്നല്ലോ ഇന്നലെ. എങ്ങനെ ഒറ്റയടിക്ക് എല്ലാവരും ഒഴിപ്പിച്ചു? നിങ്ങൾ ഒഴിപ്പിച്ചല്ല, പോയി. ഫോണില് മെമ്മറീസ് ആയ വർക്കല്ലേ നിങ്ങൾ? എത്ര നേരമാണ് ഒച്ചിമ്മ ഉണ്ടാക്കണത്? ചിരിച്ചിട്ടോനിങ്ങോട്ട് അയവിറങ്ങണില്ല. ഓനും സൽമാനൊക്കെ ഉണ്ടായില്ലേ? സൽമാൻ ആദ്യം പോയി. സൈക്കോ ഓൻ്റെ കഴിഞ്ഞ് ഷോർട്സിനൊക്കെ ഉള്ളതായപ്പോ ഡ്രോപ്പ് ചെയ്താ ഇത് ഷോർട്സ് ഇടാണ്. എന്നിട്ട് ആയപ്പോ മെല്ലെ എണീച്ച് പോയി. സ്കൂൾക്കുണ്ടോ? ആരെ അഫിനെ സ്കൂൾ കൈ കൊടുക്ക. എന്നാ പോലും പണിയൊന്നുമില്ലല്ലോ, എന്തായാലും നീച്ചില്ലേ? എന്താ പറയാ, നല്ല പൊറാട്ടയും ബീഫും നല്ല
പോണേക്ക് പൊറാട്ടയും ബീഫും കൊണ്ട് തിന്ന് നല്ല ഉള്ളിയും ആ ബീഫ് മക്ക് ഇങ്ങോട്ട് നാരങ്ങൻ്റെ പീച്ച് ഉള്ളിയും കൂട്ടി അടിനെ അടിച്ചുമ്പോണ്ടല്ലോ സാറേ. അപ്പം ഇനി ഈ റൂമിലുള്ള മെമ്പേഴ്സിനെ കാണിച്ചു തരട്ടോ. ഇവിടെ ഒച്ചമുളിനാക്കി ഇന്ന തല പോകും. അനു രാവിലെ എണീക്കും പറഞ്ഞിട്ടേ എണീപ്പിക്കും പറഞ്ഞിട്ട് ഇവിടെ ഒന്ന് കടന്നോ ശല്യപ്പെടുത്തൂല. തെക്ക് നിന്നും ആദ്യത്തെ ആള് ഭരതൻ കാണിച്ചു കൊടുക്ക. ഓ എന്താ ഒരു അച്ചടക്കം. ഇവനാണ് രാത്രി എല്ലാവരും തസ്വീറാക്കിയാണ് നബിയിൽ. പഴയ ടിക്ടോക്കും സാധനങ്ങളും കണ്ട് 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 സുഗത സുഗു 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 മോനെ നബിലെ നബിലെ എണീക്കണ്ട. അഫിനെ സ്കൂളൊക്കെ കണ്ടോ? ഇല്ലല്ലോ. എന്നിട്ട് എനിക്കറിയാം ഇജ് ഉണ്ടാവില്ല രാവിലെ. രാത്രി ഇന്നങ്ങനത്തെ സ്പീച്ച് ആക്കേണ്ട ആവശ്യം ഉണ്ടെങ്കിൽ എനിക്ക് പിന്നെ ആരാ ആരാ പറയും എന്നാ എന്നെ ഗതിയേടാക്കൂല. അതിനൊന്നും കാട്ടില്ലല്ലോ. അല്ല ഒച്ചമണി ഉണ്ടാക്കിയിരിക്കണ പിന്നെ സംസാരിച്ച പിന്നെ സംസാരിക്കാം. എന്നാ ഇജ്ജ് പറയും ഒരാളെ പറഞ്ഞോണ്ട ആരാ അങ്ങനെ ആക്കി. ആരുമില്ല. ഇജ്ജ് ഒറ്റക്കാണ്. ഞാനില്ല. കുറയുങ്കോ ലീച്ചണ്ട. അജുവദിന് അതിൽ പങ്കുണ്ടോ? കുറയുങ്കോ ലൈറ്റ് ഓഫ് ആയി കൊടുത്താ ഇടങ്ങാറാവണ്ടാവേ. അജുവദിന് പങ്കുണ്ട് ചോദിച്ചോ. അജുവദിന് പങ്കുണ്ടോ? ആ ലൈറ്റ് അല്ല അപ്പുറത്തെ ലൈറ്റ്. എൻ്റെ ബെഡിലെ 5 ആളൊക്കെ പോകൂലേ? 4 ആൾ പോയി എൻ്റെ ബെഡിൽ. എൻ്റെ ബെഡ് വലിയ ബെഡാ. ഇച്ചാ പെണ്ണുങ്ങളൊന്നും ഇല്ല. 2 ദിവസമായിട്ട് വൈഫിൽ നിന്നും മാറി ജീവിക്കുന്ന ഷാനു. അതിന് മുമ്പ് വൈഫിൻ്റെ ഒപ്പം തന്നെ ഉണ്ടോ. ഇനി ഓൾ കേരള വൈഫ് അസോസിയേഷൻ ഇന്നെ വന്നാണ്ട് തല്ലണ്ട. തോർത്തുമുണ്ട് റുസേട്ടാ സൽമാനെ അഫിനെ സ്കൂൾ കാക്കാണ്ടോ? കുട്ടികളൊക്കെ ഉണ്ട്. +2 കുട്ടികൾ ഉണ്ടോ? MES കോളേജ് അതിലേ വിട കേട്ടോ. ഉണ്ടോ? ഇല്ല. ഓനുറങ്ങുമ്പോൾ ഓന് വലിയ ഇതാ. ഞമ്മ പോവാ അധികം ഗതി എടുത്തണ്ട. ശരി, ഗുഡ് നൈറ്റ്. പോയിക്കോ. ഞാൻ 2 പേര് പറഞ്ഞില്ല. ഞാൻ കേൾക്കണോണ്ടേ എൻ്റെ പേര് പറഞ്ഞിട്ടില്ലല്ലോ. ഞാൻ പറഞ്ഞിട്ടില്ല. അപ്പൊ ഇജ്ജ് കൽപ്പിച്ചുട്ടി ആരെ പേരും പറയാൻ നിൽക്കാണ്. അപ്പൊ തന്നെയാണ് ഞാനല്ലേ മോന് ഇല്ല. ഇന്നലെ അവിടെ കിടന്ന് എണീച്ചു പോയത്. ഞാൻ പിന്നെ നിങ്ങള് സുഖമായിട്ട് കടന്നോട്ട് അടിച്ച്. ഇവിടെ തിരക്കിലോ വന്നിട്ട് പറയുന്ന അവരൊക്കെ ഒരു സ്പിരിറ്റ് വെക്ക് സാറേ ഇതില് സ്പിരിറ്റാ സാറേ. അഫീഫിനെ സ്കൂൾ കാക്കണ്ട പൊറാട്ടയും ബീഫും തന്നു. ഞാൻ ഒരിട്ട് പറഞ്ഞല്ലോ. ഓ എന്ത് ഇല്ലാന്ന്. ഞാൻ പോയി തരാം. മാക്സിമം തസ്വീസാക്കിക്കണ് പോരി. നീ സംഭവം ഇവിടെ ബെല്ലടിച്ച് പൊട്ടിച്ചപ്പോ അഫിയെ ഊരമ്മക്ക് ചാടേ? ആരാ ഊരമ്മക്ക് ചാടി? അഫീഫേ ജീസാന്റെ ഊരമ്മക്ക് ചാടിയോന്നല്ലേ? ഈസാന്റെ ഊരമ്മക്ക് ചാടിയോ? എന്തിൻ്റെന്നോ? ആഹാ
തിരക്കടില്ലല്ലോ. ജീസാൻ്റെ ഊരമൊക്കെ ചാടിയെന്നല്ലേ. ഓ ഹെവി സ്റ്റൈൽ. എനിക്ക് എപ്പോഴാണ് ക്ലാസ്? 9 മണിയോ? അപ്പം നൂറക്കോ? നൂറെന്നെ വിളിച്ച് നമ്മളപ്പോൾ വരാൻ പറയ്. അതിലോ സുഹൃത്തുക്കളെ, നമുക്ക് നൂറനെ വിളിക്കുന്ന തത്സമയ ദൃശ്യങ്ങളിലേക്ക് പോവാം. ഹേയ് മോർണിംഗ് മാർക്കോ. ഓ മാർക്കോ 1000 ഓറ. മാർക്കോ നോ 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 നോ. നൂറ എവിടെ? ഇവിടെ പറഞ്ഞ എവിടെ? ഇവിടെയാണെന്ന് നിനക്ക് മനസ്സിലായി. ഇപ്പൊ ദൂരം പോലല്ലോ. എന്റെ സ്കൂൾക്ക് വരണ്ടേ? എന്നാ വാ, ഇങ്ങോട്ട് വാ, ഞാൻ ആക്കി തരന്നെ. ഓ എനിക്ക് ഞാൻ കുട്ടികളുള്ള ടൈമിൽ വരണം. അല്ല കൊഴപ്പില്ല, ഞാൻ എന്നെ ആക്കി തരാ. കുട്ടിയെ കാണാൻ ഞാൻ പിന്നെയും വരാം. ഹാപ്പിയാ? എന്നാ ബാ, വേഗം വാ, വേഗം കിട്ടുവാ ബാഗ് എടുത്തിട്ട്. വരുവോ? വേഗം വാ, വേഗം വാ. അഫിന്റെ സ്കൂൾ 9 മണിക്ക് തുടങ്ങും. അപ്പൊ ഒരു 5 മിനിറ്റ് കൊണ്ട് വാ. ഓക്കെ. അപ്പൊ ഇതാണ് ഞാൻ ഇന്നലെ ആൾക്കാരോട് സൂചിപ്പിച്ചു കേട്ടോ. ആര് കാണാൻ വരുന്നുണ്ടെങ്കിലും ഇനി ആപ്പിൾ വേണ്ട, മുന്തിരി വേണ്ട, ഒരു സാധനം വേണ്ട, സബർജില്ലി വേണ്ട, ബത്തക്ക വേണ്ട, ഒന്നും കൊണ്ടല്ല. മാവിസ് 350 ഇതും കൊണ്ട് വരും കേട്ടോ. ഇതാണ് ഇപ്പോൾ ഫുള്ള് കളിപ്പിക്കണ സാധനം. ഫുൾ ഷട്ടിലല്ലാണ്. അഫിയെ ചായ കുടിച്ചോ? ചായ കുടിച്ചോ? ക്രിസ്മസ് പരീക്ഷ എഴുതിയിരുന്നോ? ഒന്നും പറയല്ല, വേഗം പോവേ. അടക്കി പോവല്ലേ? അത് പറഞ്ഞാല് ആകെ ഇന്ന് പോണെന്ന് ക്രിസ്മസ് പരീക്ഷന്റെ പേപ്പറുകൾ അഭിമാനത്തോടെ വാങ്ങാനാണ്. അല്ല, ഇന്ന് പോകാനൊരു മൂടൊന്നും അപമാനത്തോടെ വാങ്ങാനാണ്. അങ്ങനെയല്ല. പിന്നെ എങ്ങനെയാണ്? ഇന്ന് പോകാനൊരു മൂടൊന്നുമില്ല. എനിക്ക് എന്നാ അല്ലെ പോവാനിപ്പോ എന്നും മൂടുണ്ടാവലുണ്ട്. പറയും. പിന്നെ നാളെ മാക്സിമം ഷട്ടിൽ അലിച്ചിനോടത്തുനിന്ന് മാക്സിമം അടിച്ചടിച്ചടിച്ചടിച്ച് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ഷട്ടിൽ അലിച്ചിനോടത്ത് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. നല്ലോണം കളിച്ചിട്ടുണ്ട്. എന്നിട്ട് കൈപ്പലൊക്കെ കയറിട്ടിട്ട് ഇങ്ങനെ ആട്ടില്. എന്നിട്ട് ഇന്നെങ്ങനെ നോക്കിട്ട് ഞാൻ പറഞ്ഞ് ഈ ഉരുട്ടി കയറ്റുന്നത് നാളെ സ്കൂൾക്ക് രാവിലെ വെച്ചിട്ട് ഇങ്ങനെ ആക്കാനാണെന്നുണ്ടെങ്കിലേ ഇപ്പൊ തന്നെ ഷട്ടിൽ നിർത്തി കളാറ്. അതിന് ഷട്ടിൽ നിർത്തി കയറി പോണം. അതുകൊണ്ട് അപ്പൊ ഞാൻ ആദ്യമായിട്ടാണ് ക്രിസ്മസ് പൂട്ടിനും ഓണപ്പൂട്ടൊക്കെ കഴിഞ്ഞിട്ടുള്ള ഫസ്റ്റ് ഡേ ഒക്കെ സ്കൂളിൽ പോണ കാണുന്നത്. അല്ലെങ്കിൽ 2 ദിവസം കൂടി എന്റെ പൂട്ട് നീളലുണ്ട്. എന്താണ് ഇതിന്റെ ഒരു മോട്ടീവ്? അവസാനങ്ങൾക്ക് എത്തിയില്ലേ. പിന്നെ ഇനിയിപ്പോ പഠന ദിവസങ്ങളിലെ അവസാന കാലഘട്ടങ്ങളിലൊക്കെ എത്തിയില്ലേ. അതുകൊണ്ടാണ് നിങ്ങൾ നേരത്തെ പോണത്. അതെ, നേരത്തെ പോണല്ല, അതുകൊണ്ടാണ് പോണത്. പക്ഷെ കുറച്ച് നമുക്ക് സങ്കടം ഇതൊക്കെ. അതുകൊണ്ട് പോയിക്കോണ്ട്. ഇന്നിപ്പോ ഇനിയൊന്നും ഇല്ലല്ലോ, അത് കഴിഞ്ഞില്ലേ. ഇനിയിപ്പൊ ഇനി നാളെ ലീവ് എടുക്കും ഞാൻ. കാരണം നാളെ ഇനിയിപ്പോ തന്ന് പോയി നാളെ ആകെ മൂട് പോവും. എക്സാം പേപ്പറൊക്കെ ഇട്ട് പോത്തിന്. തിരക്കടില്ലല്ലോ. നാളെ തൊട്ട് ലാബൊക്കെ തുടങ്ങണേ. ലാബിന്റെ എക്സാം പോരാ. നാളെ തൊട്ട് ഒരു ഭ്രാന്തനാണ് അഫീഫ്. ഇവിടെ ഭ്രാന്താലയത്തിൽ പോയി വരും. എന്നിട്ട് ഇവിടെ ഇങ്ങനെ ഭ്രാന്ത് കാണിക്കും. അങ്ങനെ ആവണം. പ്ലസ് ടു കഴിഞ്ഞിട്ട് മാർച്ചിൽ പ്ലസ് ടു കഴിഞ്ഞിട്ട് എന്തിനാ പോണേ? തീരുമാനിച്ചിട്ടില്ല. പ്ലസ് ടു കഴിഞ്ഞിട്ട് തീരുമാനിച്ചിട്ടില്ല. അപ്പം എനിക്ക് എല്ലാവരോടും ചോദിക്കാനുള്ളത്, ഇവിടെ എന്നാ ഞമ്മക്കോ തീരുമാനമല്ല. അപ്പം പ്ലസ് ടു കഴിഞ്ഞിട്ട് നിങ്ങളൊക്കെ എന്തിനാണ് പോണത് എന്നുള്ള എല്ലാവരും എന്ത് ചെയ്യുക, ഒന്ന് കമന്റ് ചെയ്യുക. എന്തൊക്കെ പണികളാണുള്ളത്, എന്തിനൊക്കെ പോകാൻ പറ്റും, എന്തിനൊക്കെ പോകാതിരിക്കാൻ പറ്റും. ഒരു രണ്ടാം ജീവിതമാണിത്. ഒരു കൗൺസിലർ ആവുക. ഒരു കമന്റിൽ കൗൺസിലർ അല്ലേ മറ്റേ എന്താ? അല്ല കൗൺസിലർ അല്ല, കൗൺസിലിംഗ് അല്ല, എന്താണ്? മറ്റേ ഈ കോൺസുലേറ്റ് അല്ലേ, ഈ ഭാവി കാര്യങ്ങൾക്ക് പോണ ഒരാളെ പേരുണ്ടാവല്ലോ, അത് പറഞ്ഞു തരുന്ന ആളെ. മറ്റേ കബഡി നിർത്തണേ. കബഡി നിർത്തല്ല,
എന്താണ് ഇതിന് പറയാ, കരിയർ ഗൈഡൻസ്. കരിയർ ഗൈഡൻസ് ഗൈഡ് അവങ്ങള് കമന്റില്. ഞാൻ കരു നിരത്തുന്ന ആളെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ സുഹൃത്തുക്കളെ, കരിയർ ഗൈഡൻസിനെ കുറിച്ച് എന്ത് ചെയ്യുക, എല്ലാവരും പറഞ്ഞു കൊടുക്കുക. അഫീഫിൻ്റെ മടിക്കും ഈ സ്കൂൾ എന്താ കോഴ്സിനൊന്നും വരില്ല. അങ്ങനത്തെ സ്കൂളിൽ പോവാതെ വിദ്യാഭ്യാസം കിട്ടി, ശമ്പളം കിട്ടി, നല്ല വീട്ടിലിരുന്ന് ജോലിക്ക് നമുക്ക് പോകാൻ പറ്റില്ല. പക്ഷെ പൈസ വരണം. അങ്ങനെ പൈസ വരുന്ന ശമ്പളം കിട്ടി ജീവിക്കാൻ പറ്റണ ഒരു കോഴ്സ് എന്ത് ചെയ്യുക, എല്ലാവരും സജസ്റ്റ് ചെയ്യുക. അഫീഫിന് മാച്ചായ കോഴ്സ് സജസ്റ്റ് ചെയ്യുക. അഫീഫിൻ്റെ ബുദ്ധിക്ക് ഒതുങ്ങിയൊരു കോഴ്സ് സജസ്റ്റ് ചെയ്യുക. എനിക്ക് സയൻസ് വിഷയങ്ങളിലാണോ, ഗണിതപരമായ വിഷയങ്ങളിലാണോ, ലാംഗ്വേജ് വിഷയങ്ങളിലാണോ കൂടുതൽ താല്പര്യം? മേൽ പറഞ്ഞ രണ്ടിലൊരു താല്പര്യമില്ല. പിന്നെ മൂന്നാമത്തെ ലാംഗ്വേജ് വേണമെങ്കിൽ ഇംഗ്ലീഷ് നോക്കാം. സയൻസും മാത്സും ഒന്നും പറയല്ലേ, കജൂല. തലപ്പം തന്നെ വേദന എടുക്കണ് അത് പറഞ്ഞപ്പോഴോ. സയൻസ് എന്താ എങ്ങനെയൊക്കെയോ അങ്ങനെ ഒരു സയൻസിലെത്തി. പക്ഷെ ഇവിടെ എത്തേണ്ട ഒരാളല്ലേ ഞാൻ. ഒരു സയന്റിസ്റ്റ് ഒക്കെ ആവണം. ഒരിക്കലും ഇരുന്നിരുന്ന അങ്ങനെ മറ്റേ താളിപ്പൊക്കെ പാക്കറ്റിൽ നിറച്ചിട്ട് ഇങ്ങനെ ക്ലിം ക്ലിം ഇങ്ങനെ ആക്കൂലേ. താളിപ്പും വേണ്ട, എന്തോ പൊളിഞ്ഞട്ടി വേണം കേട്ടോ. മാർക്കോനെ കൂട്ടി കയറ്റിക്കാം. മാ തട്ടടോ, മാ തട്ടടോ. ഇതെന്താ രാവിലെ തന്നെ? മാർക്കോ അങ്ങോട്ട് കയറിക്കോ. മാർക്കോ കേറിക്കളാ. മാർക്കോ 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 രാധേട്ടാ കൂട്ട് കയറ്റി. രാധേട്ടാ രാധേട്ടാ പറ രാധേട്ടാ. ആ ഓടല്ലടാ പൊട്ട, ഓടല്ലേ, ഓടരുത്. ഇവല്ലേ ഇല്ല, എൻ്റെ അടുത്തേക്ക് വരൂല, എൻ്റെ അടുത്തേക്ക് 100% വരൂല. അതിന്റെ മുതലാളിയാണോ നിക്കണേ. രാധേട്ട എന്താ വർത്താനം? എപ്പോ? ആ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ? രാധേട്ടാ കുളിപ്പിച്ചാനാ? നിങ്ങൾ രാവിലെ വരുന്നോണ്ടാണ് നമ്മളറിയാത്തത്. നിങ്ങൾ വൈകുന്നേരം ഇവിടെ ഉണ്ടാവില്ലേ? നമ്മളാ മറ്റേ ആ ഇഷ്ടകാലത്ത് കൂടെ പോകുമ്പോ എപ്പോഴും നോക്കും. പുതിയാളത്തോ? ആ മറ്റേ 3 കൂടി എടുത്ത് എല്ലാരും ഇരിക്കണ സ്ഥലല്ലേ? പക്ഷെ അവിടെ നോക്കുമ്പോ അവിടെ കാണല്ലേ. ഞാൻ 4 ദിവസം നോക്കി. ഇന്നലെ മിഞ്ഞാന്നൊക്കെ അതിലെ പോയി. അക്കരെ പൊട്ടിയില്ലേ, കുഞ്ഞാടിയേട്ടൻ്റെ വായത്തോട്ടല്ലേ, അവിടെ ഒരു നായിനെ കൊണ്ട് കെട്ടിയിട്ട് അത് ചങ്ങലഴിഞ്ഞു പോയി. ചങ്ങല കുറച്ച് കൂട്ടി. എന്ത് നായി? അതൊരു ജർമ്മൻ. ഇത് വായക്കെട്ടാനോ? ഇതെന്താ? ഇത് നായ്ക്കളെ കൊടുക്കാനുള്ള ഇതിൽ ഏത് നായി ഇടും, ഏത് കൊടുക്കും. ഇതിൽ കയറിൽ വെച്ചാൽ മതി, അപ്പോൾ കൗത്ത് കൊടുക്കും. ഓടിപ്പോകുമ്പോഴോ? ആ ഓടിപ്പോകുമ്പോൾ നേരെ ഇടുക കൗത്തുക്ക്. ഇട്ടാൽ മതി. ആ കൗത്തുക്ക് ഇട്ടാൽ മതി. എന്നിട്ട് നമുക്ക് ഇവിടെ തന്നെ മുറുക്കാം. കയറ് വെച്ചാൽ മുറുകില്ലേ? ഹെവി കട്ടാണ് കേട്ടോ. ചായ കുടിച്ചോ നിങ്ങള്? ചായ കുടിക്കണോ ഒന്നുകൂടി? ചായയും കടിയൊക്കെ ഉണ്ടാവേ. മാർക്കോനെ ആ ആ നമ്പർ ബോർഡൊക്കെ നമ്പർ ബോർഡ് മറ്റൊന്ന് വിറ്റാക്കിയില്ലത്. അതിന് ആ ബോട്ടിലെ അടയാളം കൊടുത്തിരുന്നു. അതല്ല മൊട്ടുമല്ലേ ഇതിനല്ലേ വിറ്റാക്കി. ഇത് പുതിയതാണേ. അതിന്റെ മുന്നിലത്തെ ബോർഡ് ഫിറ്റാക്കി. മുന്നേ ഫിറ്റാക്കിയില്ല. ഓനോട് ഞാൻ 2 സ്ക്രൂ കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞിരുന്നു. അഫീഫിനോടോ? ആ സ്ക്രൂറിന് അടയാളം കൊടുത്തിരുന്നു. അവൻ കൊണ്ടുവരാറിന് പോയതാ. പിന്നെ അവനെ കണ്ടില്ല. സംസൂനോട് സംസൂനോട്
രാധേട്ടൻ അന്ന് പോന്ന വണ്ടി ഓർമ്മ ഉണ്ടോ നമ്മള് പോന്നേ? എങ്ങനെയുണ്ട് വണ്ടി? എടുത്തോ? അങ്ങനെ ഇഷ്ടപ്പെട്ടാ? എല്ലാവർക്കും പാടി പോവാന് നല്ല വണ്ടിയാണ്. സൂപ്പർ അല്ലേ? എത്ര വില അറിയില്ല? വിലയൊക്കെ പെരും വിലയാ. 38 35 റുപ്യ 38 റുപ്യ ആവുമ്പോ 30 റുപ്യല്ലേ? കണ്ടീഷനുള്ളൂ. 30 ഇതുള്ളൂ അല്ലേ? ശരിക്കും നമ്മൾ ഈ വാട്ടർ സർവീസ് ഗണ്ണോണ്ട് പട്ടിനെ കുളിപ്പിച്ചാൻ പറ്റൂലല്ലോ? അത് പ്രഷർ കൂടുതലല്ലേ? അടിക്കുക കുഴപ്പമൊന്നുമില്ല. ഏറ്റവും നല്ല നമ്മള് സ്പീഡ് കുറച്ച് ഏറ്റവും നല്ല ഓസായിട്ട് കുളിപ്പിച്ചാണ്. അല്ല ഇതിട്ട് കഴിഞ്ഞാൽ എന്താ അറിയോ, ഇത് വണ്ടി കഴിക്കണല്ലേ, പ്രശ്നമൊന്നുമില്ല. അതിൽ മെല്ലെ കുറച്ചല്ലേ വെള്ളം വരുള്ളൂ. ആ പ്രഷർ ഇത് സിക്സ് ചാർജല്ലേ അതിൻ്റെ. അപ്പോൾ നമ്മൾ പൈപ്പ് ചാട്ടാച്ചല്ലേ ചാട്ടുള്ളൂ. പ്രഷർ കുറച്ചിട്ട് അടിച്ചാൽ മതി. അങ്ങനെ സാബ് വെച്ചിട്ട് അടിച്ച് കഴിഞ്ഞാൽ എല്ലാ ചളിയൊക്കെ അടുത്ത് പോകും. നല്ല ഷാമ്പു വെച്ചിട്ട് നല്ല വാട്ടർ ഗണ്ണോണ്ട് അടിച്ചു കൊടുക്കുക. പ്രഷർ കുറച്ചിട്ട് വണ്ടിക്ക് അടിച്ചിട്ട് അതിന് അടിച്ചത്, വണ്ടീൻ്റെ പടുകാട്ടൊക്കെ അടിച്ചിട്ട് അതിന് അടിച്ചത്. അങ്ങനെ അടിച്ചാൽ പാടില്ല, അപ്പൊ അതിന്റെ മറുകാട് പോവും. ഇത് ലേശാക്കി ചായ കുടിച്ചാ 3 കൂട്ടി കുടിച്ചു. എന്തെങ്കിലും ചായക്കടി രാവിലെ കൂട്ടല്ല. വേറൊന്ന് കാലി ചായ ചാടിച്ചണി നല്ല നെയ്ച്ചോറും കോയും 10 മണിയാണ്. 10 മണിയായി. വെള്ളമില്ല നമ്മളെ ഇതില്, വെയില് വെള്ളമല്ലേ. ഞാൻ ഇന്നലെ വന്ന് മടങ്ങിപ്പോയതല്ലേ. വെള്ളം വരെ അവിടെ തൊണ്ടിയിൽ എവിടെയാ പൊട്ടീന്. ഞാൻ അന്വേഷിച്ച് നോക്കുമ്പോൾ തൊണ്ടിയിൽ എവിടെയാ പൊട്ടീന്. പൈപ്പ് കാട്ട് വെള്ളം വരട്ടെ ഇതിൽ കുളിപ്പിക്കുക. അല്ലേ പേടിയില്ല, ഇവിടെ പോയാൽ ഇവിടെ അടുത്തില്ലേ, നേരെ പോയേക്കാണ്ട് പോവും. ബ്രൂസ് പോയേക്കുള്ള വഴി പഠിച്ചാ പിന്നെ സ്ഥിരം പോയാലുണ്ടാവട്ടാ. അപ്പൊ നാട് മൊത്തം അറിയാ ബ്രൂസിന്. മാട്ടുപ്പെട്ടി വരത്തപ്പെട്ടിയാണ്, ഇപ്പൊ നാട്ടുപെട്ടിയാണ്. നാട് മൊത്തം അറിയും. ബ്രൂസ് എപ്പോഴും പുറത്ത് പോലാണേ. തെങ്ങിട്ട കമ്പി പട്ടിനെ കെട്ടാനോ? ഒരു വട്ടക്കട്ടി ഇട്ടിട്ട് ചങ്ങലേന്റെ കുറച്ച് കിട്ടും. അങ്ങനെ രാവിലെ ചോറിട്ടിയിലെ പാത്രം കുറച്ചിട്ടല്ലോ ഇതിങ്ങനെ കമ്പീമില് കമ്പിമ കെട്ടുക. ഇതിപ്പോ കമ്പിയാ ചാറ്റോ. ഇത് ഇതിന്റെ ഉള്ളിലില്ല എന്നിട്ടാ. അപ്പൊ എന്താ അറിയോ, നായി വച്ച് പോയുമ്പോ ഇങ്ങനെ പോകും, അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പോകും. നായ്ക്ക് അവിടെ പോ. പക്ഷെ ദൂരം പോകാൻ പറ്റൂല. ദൂരം പോയ അപ്പൊ കമ്പി എത്രയുള്ള അകലത്ത് കെട്ടിട്ട് അതുവരെ പോ. മനസ്സിലായി. പക്ഷെ നായ്ക്ക് ഇങ്ങനെ പോണ പോലെ തോന്നും ചെയ്യും. നായ് പുറത്തേക്ക് കൂട്ടിൽ തന്നെ എപ്പോഴും നായ്ക്കൾ ഇട്ട് വളർത്തും. മടിയാവൂലേ? ഇപ്പൊ മറ്റവനെ വിട്ടു, ഇപ്പൊ വേറൊരാളാണ് ധൈര്യത്തിൽ വന്നാലും ചാടും. മനസ്സിലായി. ചാടൂല. മനസ്സിലായി. നമുക്ക് അതിനുള്ള പവർ ഉണ്ടല്ലോ. ഈ വട്ടക്കടി ഇട്ടാൽ മതി. ഈ വട്ടക്കടി കമ്പിയിട്ട് ഒരു തിരുപ്പ കുറ്റി വാങ്ങിയിടണം. അപ്പൊ തന്നെ ചങ്ങല ഇങ്ങനെ തിരിയാതൊക്കെ തിരി ടൈമില്. മനസ്സിലായി മനസ്സിലായി. ഈസാനൊക്കെ ഒതുങ്ങിട്ടോ. എല്ലാരും ഏറ്റവും മാസിലിക്കണ ഇങ്ങനെ അതേട്ട വന്നോ. അതേട്ട പിന്നെ ഓർമ്മ ഉണ്ടോ നിങ്ങൾക്ക്? ഓർമ്മയില്ലാതെ. പിന്നെ ഇന്നലെ ഞാൻ അവിടെ ഒരു കുറച്ചിട്ടില്ല, അത് ബുദ്ധി തുറക്കാനായി. എന്നിട്ട് ഞാൻ ഇവിടെ കുറച്ച് അതിൻ്റെ സംഘടനത്തിൽ ഒരു കുറച്ച് കൂടിയിരുന്നല്ലോ. ഹാപ്പി ന്യൂ ഇയർ ടു യു. സെയിം ടു യു ബ്രോ. ഒരു കുറച്ചുണ്ടായിരുന്നല്ലേ. ഇതെന്തിനാ പട്ട കൗങ്ങിന് കൊളത്തിട്ടിക്കണേ? തെങ്ങുമ്മിൽ കട തൂക്കിട്ടുന്നല്ലേ ഉള്ളൂ. അങ്ങനെ ഒരു സ്റ്റൈൽ. ഒരു കുറച്ച് വേറെ ഉണ്ടായിരുന്നു, ഒരു വലിയ കുറച്ച്. അത് ഞാൻ ഇതിലെത്തിയത് ഇവിടെ ഉന്തി തുറക്കൊണ്ട് തുറക്കത്. അതിനെച്ചാൽ അത് ഇടുമ്പോ ഉന്തി തുറക്കാൻ കഴിയില്ല, ലോക്കായി.
അതാ പണി. എല്ലാത്തിനുള്ള പരിഹാരങ്ങളുണ്ട് നമ്മുടെ അടുത്ത്. പ്രശ്നങ്ങൾ ഉണ്ടാവില്ല രാത്രി. അപ്പം മറ്റേ ധൈര്യത്തിൽ വേറെ ആരും കയറി തരുമോ? സത്യം സത്യം. ഇവിടെ ഏത് ആന തന്നെ വന്നാലും ഞാൻ കയറി തരും. അത്രേ ഉള്ളൂ. പ്രോബ്ലം ടു എവരി സൊല്യൂഷൻ. ആ 17 കമ്പി വാങ്ങിക്കോ. 15 കമ്പി. അതായത് ആ തെങ്ങ് കെട്ടിയതിൻ്റെ ഒറ്റ കമ്പിയില്ലേ, അത് 2 കമ്പിയാണ്. ഒരു കമ്പി മതി. അത് ഈ കോഴിക്കോട്ടുകാരെ കെട്ടാളായി ഓൾക്ക് കമ്പിയിൽ അളവാ. അങ്ങനെയാണ് പൈസ കൂടാൻ പറ്റില്ല. 2 കമ്പി കെട്ടില്ല. ആ തെങ്ങിലേക്ക് ഒരൊറ്റ കമ്പി അവർ അപ്പാട്. ഈ കോഴിക്കോട്ടുകാർ വന്ന് ഒരു കെട്ടും. ഒരിടത്ത് കമ്പി ഉണ്ടാവും. പൈസ കൂടുതൽ ഇട്ടാൽ വേണ്ടി കൂട്ടി കെട്ടും. ഒരിടത്ത് വന്നാലേ ഒരിടത്ത് പ്ലെയർ ഉണ്ടാവും. അങ്ങനെ വെക്കും. അഫി വണ്ടിന്റെ ചാവി എടുത്തു ഐക്രോസിന്റെ. എന്നിട്ടേ ആ പ്ലെയർ വെച്ച് കഴിഞ്ഞിട്ട് ഒരു കപ്പിട്ട് വലിക്കുമ്പോൾ ഒരിടത്ത് കമ്പി ഉണ്ടാവും. ഈ കമ്പി വളരെ മോശം. അത് ആര് കെട്ടിയതാ വെച്ച് കമ്പി അറ്റു പോയിട്ടുണ്ടാവും. അപ്പോൾ ഓരോ കമ്പി എടുത്ത് ഞങ്ങൾ കമ്പി എടുത്ത് കെട്ടിക്കളി അറിയാം. അതിനുള്ള വളവാണ്. കെട്ടിൻ്റെ വളവാണ്. ശരിക്കും കോഴിക്കോട്ടുകാരെന്നും അല്ലെങ്കിലും കെട്ടാൻ വിളിച്ചരുതേ തെങ്ങ് കെട്ടാന്. ഇവിടെ ഇപ്പൊ നമ്മളുണ്ടല്ലോ നാട്ടിലത്തെ അങ്ങനെ ചെയ്തതൊക്കെ അതിന് നമ്മള് എനിക്ക് പറയാനുള്ള എന്താ വെച്ചാൽ പുറമേ നിന്നുള്ള ആൾക്കാർക്കൊന്നും വർക്ക് കൊടുക്കരുത്. ഇതാണ് സംഭവം. നമ്മളെ നാട്ടിലത്തെ തെങ്ങും കവുങ്ങൊക്കെ നമ്മളെ നാട്ടിലത്തെ ആൾക്കാർക്ക് തന്നെ എന്ത് ചെയ്യാ എത്തിയാവും പ്രശ്നങ്ങളിലേക്ക് പോകും. വീണ്ടും വീണ്ടും ഡബിൾ പണിയാവും. നമ്മളെ നാട്ടിലെ ആൾക്കാരുടെ സിംഗിൾ പണി. കമ്പി ഈ കമ്പി വളരെ മോശം. അത് ആര് കെട്ടിയാന്ന് വെക്കും. അപ്പൊ പ്ലെയർ ഇട്ട് കാട്ട് കട്ട് ചെയ്ത് കാട്ട് ഇങ്ങനെ കപ്പിട്ട് വലിച്ചപ്പോൾ പൊട്ടും. അപ്പൊ പോലെ കമ്പി എടുത്ത് കെട്ടാൻ പറയും. ഞങ്ങളെ കമ്പി എടുത്ത് കെട്ടിക്കളിയാറ് ഒരു കെട്ടിയിട്ട് ഇങ്ങനെ ഒരു കോലിനുള്ള അളവ് കോലിന് അളക്കും. ന്യൂ ഇയറിന് എന്തേലും പരിപാടി? ഒരു പരിപാടി ന്യൂ ഇയറിനൊന്നും പരിപാടി ഇല്ല. ഇനി ചെറിയ വെള്ളം പരിപാടി. സ്മോൾ ആരോഗ്യത്തിന് കേടാണ്. 73 കൂടി കളിക്കുന്നു. ആരോഗ്യത്തിന് ഒരു കേടും. എന്ത് കേടാ ജൊന്ന് കാണിച്ചെന്നാ? ജൊന്ന് കാണിച്ചെന്നാ 5 കിലോമീറ്റർ നടന്നു വരിക. അതെന്താ വെച്ചാല് ഇങ്ങനെ ചെറിയ സ്മോൾ ചെല്ലുമ്പോൾ 5-8 കിലോമീറ്റർ ഡെയിലി വാക്കിംഗ് ഉണ്ട്. ഇത് അവിടെ ഫലിക്കുമ്പോത്തിന് വാക്ക് ചെയ്ത് കളയല്ലേ. സ്കൂൾ പാടി സ്കൂളില്ല. അല്ല ഞാൻ തന്നെ പോവാ. ചാവി കിട്ടിയ രാധേട്ടാ ഇവലത് സ്കൂളിലാക്കണം. നിങ്ങളും മേരി ഒരു നിങ്ങളാ കയറിക്ക. അന്റെ ഈച്ചോ അന്റെ ബ്ലാക്ക് ട്രിമ്മറാ? ഗോൾഡ് ഞാൻ എടുത്തിട്ടില്ല. ബ്ലാക്ക് ഉണ്ടതാ. അത് അവിടെ ആരൊക്കെ അവിടെ കൊണ്ടുപോയിട്ടിനിയാ. ഞാൻ ഇന്നലെ എടുത്തു. വെരി 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 ഈച്ചോ ആഫിയ പുതിയ കാറാണേ. കുറച്ച് ഒരു കൊല്ലാവണുള്ളൂ. നല്ല വൃത്തിയില്ലേ? അതിന് ആൾക്കാർ വന്ന് കുത്താണേ. വരും ഇങ്ങോട്ട് വന്ന് കണ്ട് നമ്മളത്ര കരുതിയിട്ട് കാര്യല്ലേ. ബാക്കിൽ വന്ന് കുത്താണ്. ഇവിടെ 2 ആള് സ്കൂളിൽ നിന്ന് തുറക്കാണേ. ഇന്നലെയൊക്കെ കളിച്ചിട്ടല്ലേ. ഇന്നലെ വരെ ഇതിലെങ്ങനെ കുതിരട്ടിറക്കാണേ. ഇത് കറണ്ടാ? ഇത് കറണ്ട് അല്ല, ഫുൾ കറണ്ട് അല്ല. പൗതി കറണ്ടും പൗതി എണ്ണയും. അച്ചകളൊന്നും ഉണ്ടാവില്ല. നമ്മള് പോണ പോലെ ഒന്നും തോന്നൂല. ഈച്ചെടുത്തോ വേറെ കൂടി ഇല്ല സ്കൂളിൽ. 2 ആള് പോരാണ്ട് സ്കൂളിൽ. ന്യൂ ഇയർ നാട്ടിൽ തന്നെ ഉണ്ടായിനോ? ആരിപ്പോ കമ്പനിയോട് ഒറ്റയ്ക്ക് വേണമെങ്കിൽ പോയിട്ട് ഒരു കോട്ടത്ത് വായി കഴിക്കുന്നല്ലാതെ വേറെ ആരും കമ്പനിയില്ല. കമ്പനി പരിപാടി ശരിക്കും ഫീൽഡില് കമ്പനി ഉണ്ടാവേണ്ടതാണല്ലോ. ഒക്കെ ഒഴിവാക്കിയാണ്. ഒക്കെ നമുക്ക് നഷ്ടമാണ്. ആരും വിശ്വസിക്കാൻ പറ്റൂലേ. കമ്പനി ഉണ്ടായതൊക്കെ അങ്ങോട്ട് ചെത്തല്ലാതെ ഇങ്ങോട്ട് കിട്ടൂല. പാലട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വേണം. അതുമില്ല, ഇത് അങ്ങോട്ട് മാത്രം. പിന്നെ കണ്ടാലും കൂടി മുണ്ടൂല. ഇവല് പരിപാടിക്കൊക്കെ കൂടിയിട്ട് മുണ്ടാ പോവാ. പിന്നെ മുണ്ടൂല. മനസ്സിലായി. നമ്മളെ നാടല്ലേ.
ഇമ്മച്ചിയെ അതൊന്ന് ആ ഗേറ്റ് ഒന്ന് തുറന്നു തരുമോ? ദാസനെ പിടിച്ചിട്ടില്ലേ? ദാസനെ ഫോട്ടോയിൽ ക്യാമറ പിടിച്ചേ മോട്ടോർ സൈക്കിൾ ദാസേട്ടൻ ആ ഞാൻ ചെല്ലേ വിളിച്ചണ്ടേ. എന്താണിത് രാവിലെ തന്നെ പ്രശ്നങ്ങളാണോ? ഞാൻ ഇറങ്ങി ചെന്നോണ്ട് എന്താ ഇപ്പൊ ടീച്ചറിനോട് ഇപ്പൊ എന്താ പറയണ്ടേ? +2 അടിയിട്ടോ? കുട്ടികളെ തല്ലാൻ പാടുന്നു രാധേട്ടാ. കുട്ടികളെ തല്ലാൻ പാടില്ല. കുട്ടികളെ തച്ച് കഴിഞ്ഞാൽ അപ്പൊ നമുക്ക് പോയി ചോദിക്കാം. അതുപോലെ തല്ലാൻ പാടില്ലല്ലോ കുട്ടികൾ. 5 നേരം അടിച്ചാൽ പാടില്ല പോരട്ടോ. പണ്ടത്തെ കാലല്ല. അതന്നെ ഇതിനെ ചൂടാക്കണ്ട രാവിലെ. ബാവുവിന് കുട്ടിയുണ്ട് ഇതിലേ. നൂറ നമ്മളെ കുട്ടിപ്പെങ്ങളാണ്. നമ്മക്ക് ആകെ ഒരു പെങ്ങളുള്ളേ. ബാക്കിയുള്ളടത്തൊക്കെ പെങ്ങന്മാരുണ്ടേ. ഇവിടെ ഷാദുവിന് പെങ്ങളുണ്ട്, ഓപ്പന് ഷിബി അവിടെ പെങ്ങളുണ്ട്, മൂത്താപ്പാക്ക് ഷാലു അവിടെ പെങ്ങളുണ്ട്. ഇവക്ക് ഹുദന്റെ പേരില് ബെൽറ്റ് ഇടോ? ബെൽറ്റ് വീച്ചോ ഇട്ടെടുത്ത് അമ്മേ ആ കൗത്ത് കൊടുക്കും വീച്ചോ. അങ്ങനെ അവിടെ കുത്തിയാ മതി. ഇവിടെ കുത്തിയാ മതി. നല്ല എല്ലാ പണിയാണ്. ദാസേട്ടനെ ഫോട്ടം പിടിച്ച എങ്ങനെ അറിഞ്ഞേ? ഇപ്പൊ ഞാൻ പോയപ്പോ പറഞ്ഞു എങ്ങോട്ടാ പോണേ. ഇനി ഫോട്ടോ പിടിച്ചല്ലോ. മോട്ടോർ സൈക്കിൾ കജ്ജായിട്ട് എടുത്തിട്ട് ദാസേട്ടൻ പണിക്കോ ഇനി? ഡ്യൂട്ടി ഡ്രസ്സിൽ എടുക്കേണ്ടി. ഡ്യൂട്ടി ഡ്രസ്സിലല്ലേ ഇനി മൂപ്പര് ഡ്രസ്സിലാണ് വാസ്തിയിലേനി. നമ്മളെ ബന്ധുക്കാരെ കൂടിയാണേ. കമ്പനിക്കാരൊക്കെ പുതിയ ആൾ തന്നെ അല്ലേ? ഒരു കമ്പനിയിലപ്പം പിന്നെ അഞ്ചന്മാര് തന്നെ ഉള്ളു. കമ്പനി അഞ്ചന്മാര് ഒരു 5 ഉണ്ട്. സുരേഷ്. എത്ര മക്കളാ? ഒരാളെ നമ്മൾ 2 മക്കള്. അല്ല സുരേഷ് 5. സുരേഷ് 5. 6 3 പെണ്ണുവാ. ഓ 9 ആള്. അത് പണ്ടത്തെ പരിപാടിയല്ലേ? പണ്ടത്തെ ഒരു സ്റ്റൈലാണ്. ഇപ്പൊ അത്ര നടക്കൂലേ? ഇപ്പൊ എടുക്കൂല. ഇപ്പൊ 1 2 അതന്നെ ഇപ്പത്തമാർക്കും ഇപ്പം നോക്കാൻ വയ്ക്കുണ്ടോ? നോക്കാൻ വയ്ക്കണില്ലല്ലോ. അപ്പൊ പണ്ടത്തെ പോലെയൊക്കെ ഒരു ഇതെന്തേക്കാരം. പണ്ടത്തെ പഴയ കഞ്ഞി. പണ്ട് പറഞ്ഞ എത്ര പൈസ ഇല്ല ആരെടുത്തും. ഇത്ര കുഞ്ഞാക്കുണ്ടായിരുന്നേ. ഞാൻ എത്ര കന്നൂട്ടീനാട് വല്ലിപ്പൊക്കെ ഉണ്ടായിരുന്നേ. നമ്മൾ അന്ന് മുതൽക്ക് ഇപ്പൊ അബ്ദുറഹിമാൻ അന്ന് വല്ലിപ്പാന്റെ അടുത്ത് പട്ടികളുണ്ടാവും പറഞ്ഞേ. എവിടെ? നമ്മളവിടെ ഒരു ജാക്കി അതിനെ പറഞ്ഞ നായി ഉണ്ടായിനല്ലോ. അതൊക്കെ ഉണ്ട്. അതൊക്കെ കൊറേ ആയിക്കണ്ടേ. നിങ്ങളും കുഞ്ഞാക്കൊക്കെ നായി വേണം എപ്പോഴും. കുഞ്ഞാക്കുള്ള പണി എന്താ മറ്റേ ഇയാളുണ്ടായിരുന്നില്ലേ ഇപ്പച്ചി എപ്പോഴും പറയും താവജിയാണ് നമ്മളിങ്ങനെ നായകളെ. ഞങ്ങള് നായാട്ടിന് പോകും ഇടയ്ക്ക്. തോക്കൊക്കെ ഉണ്ടായിരുന്നില്ല. വല്ലിപ്പാന്റെ അടുത്ത് അത്രയും തോക്കുണ്ടായിനോ? തോക്കുണ്ടായിരുന്നില്ല. അത് അബ്ദുറഹിമാന്റെ അടുത്തുണ്ടായിരുന്നു അവസാനം. ഇപ്പൊ കിട്ടോ മൂപ്പരുന്ന്. എനിക്ക് വേറെ പണിയില്ലേ കേട്ടോ. ഇതിങ്ങനെ തക്ക് വേറെ പണിയൊന്നുമില്ല. നൂറ സ്കൂളിലെ വിശേഷങ്ങൾ പറഞ്ഞതില് എപ്പോഴാണ് ക്ലാസ് തുടങ്ങുക? എന്താ എക്സൈറ്റഡ് ആണോ സ്കൂളിൽ പോവാന്? കൺമശിയൊക്കെ നീട്ടി ഇരിക്കണല്ലോ, വാലൊക്കെ ഇട്ടിക്കണല്ലോ, കണ്ണിങ്ങട്ട്. ബൂട്ടിയാ മേക്കപ്പ് ബൂട്ടി. അപ്പൊ ഇമ്മച്ചിനെ സ്കൂളിൽ വിളിച്ചു പറയാൻ പറയാണ്. അപ്പൊ എക്സൈറ്റഡ് ആണ് സ്കൂളിൽ പോവാന്? എക്സൈറ്റഡ് ആണ്. പേപ്പറൊക്കെ കിട്ടും. എക്സൈറ്റഡ് അല്ല, പേപ്പർ കിട്ടണേ അത്ര എക്സൈറ്റഡ് അല്ല. ഏറ്റവും പ്രതീക്ഷയുള്ള വിഷയം ഏതാ? ഏതിനേക്കാൾ ഏറ്റവും കൂടുതൽ മാർക്ക്? ഇംഗ്ലീഷും ഒക്കെ ലാംഗ്വേജ് ആണല്ലോ. മാത്സും ഫിസിക്സ് ഒന്നും ഇല്ലേ?
ഒരു കുറവും വേണ്ട. എന്താ മോൻ ലേറ്റ് ആയി എന്ന് പറയണത്? എന്താ പ്രശ്നം? ബേസിക് സയൻസ് ഉണ്ടാവും ഞാൻ പറയാനറിയോ നമ്മളെ രാജഗിരി ഹോസ്പിറ്റലില്ലേ ഇടവണ്ണ മൂപ്പർക്ക് ഒരു കുതിര എടുക്കാൻ പോയാ അഞ്ച് കുതിര ഉണ്ടായിരുന്നു ഓണറിന്. അപ്പൊ ഞാന് എന്നോട് പറഞ്ഞു നമുക്കൊരു കുതിര കൂടി കിട്ടണം അപ്പൊ പോയി വെക്കാറ്. ശരിക്കും ഒരു കുതിരനെ കൊണ്ടുവന്നാൽ നമുക്ക് വേറെ കുതിരനെ വാങ്ങാനുള്ള ഒരു ഇത് തോന്നും ചെയ്യും. ഒരു കുതിരപ്പട്ട ഇപ്പൊ എൽബർപാട്ടൊക്കെ നല്ല പൈസ ഉണ്ടാക്കാം. നിങ്ങൾ പറഞ്ഞു നല്ല 100 മീറ്റർ ഇങ്ങനെ നടത്തിച്ചാ മതിയായിരുന്നു. 100 മീറ്റർ നടത്തിച്ചാൽ ഒരാളെ കയറ്റി 100 പെട്ടൂലേ. ഞമ്മക്കൊരു കുതിര ഉണ്ടെങ്കിൽ നെൽമ്പൂർപാട്ടിന് ഇറക്കേനി. 5,000 ഈ അഫീഫിനൊന്ന് ഇവന് ഈ ചെറുതിനൊന്നേ വൈകുന്നേരം ഒരു പണിയില്ലേ ഇവിടെ കുതിര ഹോട്ടൽ പണി ഞാൻ 1/2 മണിക്കൂർ കൊണ്ട് പഠിപ്പിച്ചുതരാം. പിന്നെ എല്ലാരും കുതിര ആകുമോ? ആച്ചങ്കായി കച്ചായിട്ട് ഇവനാണെ ഒരു പണിയില്ല. ഞാൻ കുതിരന്റെ പൈസ കേട്ടോ. ഞാൻ വിചാരിക്കുന്നത് ഇപ്പൊ +2 കഴിയുമ്പോ 4 കുതിരകളെ വാങ്ങിക്കൊടുത്താലേ വലിയൊരു വണ്ടി ഒരു കുതിര ഫാം തുടങ്ങിയാൽ മതി. ഒരു ഫാം തുടങ്ങിയാൽ മതി. അല്ല ഇപ്പൊ അങ്ങാടിപ്പുറത്തെ കുതിര ഫാം 22 കുതിര ഉണ്ടാവും. അങ്ങനെ കുറച്ച് കുതിരകളെ പരിപാടി പിടിച്ചു കഴിഞ്ഞാൽ അതേപോലെ ഉത്സവത്തിനും അമ്പലപ്പറമ്പിലൊക്കെ കൊണ്ടുപോയി. പിന്നെ പിന്നെ ഓൾറെഡി കുറച്ച് ആൾക്കാർ പിന്നെ അറിയും ചെയ്യും. അതന്നെ കാരണം എല്ലാവർക്കും കമ്പുണ്ടാകേ കേറാനേ. മണിക്കൂറിന് എത്ര വെച്ചാണ്ട് കൊടുത്താൽ മതി. അപ്പൊ 12 ഗ്രൗണ്ട് അതാ അതില് ഓട്ടി പഠിപ്പിക്കുക കുതിര ഓട്ടാൻ പഠിപ്പിച്ചാൽ നല്ല സൗകര്യം. മത്സരങ്ങൾ നടക്കലുണ്ടോ കുതിരന്റെ? ഇപ്പൊ ഊട്ടിയിലൊക്കെ നിർത്തി. അത് ഗവൺമെന്റ് ഏറ്റെടുത്ത സ്ഥലം. അപ്പൊ ഊട്ടിയിൽ പണ്ട് മത്സരങ്ങൾ കുതിരയോട്ട മത്സരം ഉണ്ടായിരുന്നു. അതിപ്പോ നിർത്തി. ഇപ്പൊ ബാംഗ്ലൂരിലും മൈസൂരിലൊക്കെ ഉണ്ട്. അതെന്താ നിർത്തിയേ? അതിന്റെ ഗവൺമെന്റ് ഗ്രൗണ്ട്. പക്ഷെ ഗൾഫിൽ ഇപ്പോഴും ഉണ്ട് കേട്ടോ. ഗൾഫില് ഭയങ്കര വിനോദ. രാജാക്കന്മാരൊക്കെ ഇതിന്റെ ബാക്ക് കയറി ഇങ്ങനെ വിടല്ലോ രാവിലെ വെച്ച്. അഫീഫ +2 കഴിഞ്ഞിട്ട് അത് നോക്കിക്കോ. അതാകുമ്പോ ഒരു ഉത്സവ പറമ്പ് 6,000 റുപ്യ ഡെയിലി ഉണ്ടാക്കാം. വേറെ എന്ത് പണിക്കാ കിട്ടുക? മഴക്കാലത്ത് ലേശം പറമ്പിന്റെ അപ്പുറത്തും ഇപ്പുറത്തും തപ്പിയാ മതി. പിന്നെന്തൊക്കെയാ കൊടുക്ക? പുല്ല്. കുതിര പുല്ലെന്ന് പുല്ല് മുതിര മഴക്കാലത്തെ കുതിരക്ക് കൊടുക്കല്. അത് കയ്യും കാലും പോർന്നേനെ കൊടുക്കലാണ് മഴയിലായി. മറ്റേ പുല്ല് പിന്നെ ഈ തവിടില്ലേ തവിട് കൊടുക്കുക. തവിട് കുഴച്ചു കൊടുക്കുക. പുട്ടിന്റെ പൊടി കുഴക്കണവര് കുഴക്കുക. പിന്നെ കഞ്ഞിന്റെ വെള്ളം കൊടുത്താൽ മതി. വേറെ ഒന്നും വേണ്ട. കുതിര കഞ്ഞിന്റെ വെള്ളോ? കുതിരക്ക് കഞ്ഞി വെള്ളം കുടിക്കും. അച്ചാറോ? അയ്യോ കൊടുത്തിട്ട് അച്ചാറ് ചായ. അല്ല കഞ്ഞിയിലിപ്പോ എന്ത് കലക്കി കൊടുത്താലും കുടിക്കുന്നല്ലേ. പായങ്കഞ്ഞി കുടിച്ചോ കുതിര? എല്ലാ കഞ്ഞി കുടിക്കും. കുതിര മുളകുന്ന എന്താ പറ്റാ? മുളകൊന്നും കുതിര തിന്നില്ല. കടലമുട്ടായി കടലമുട്ടായോ? കുതിര ഏത് കുതിരേനെ ഇണക്കാൻ കടലമുട്ടായി മതി. ഇതൊരു കടലമുട്ടായി ഏത് കുതിരേന്റെ അടുത്ത് തന്നെ കണ്ടത് കൊടുത്തു നോക്കിയാ ഷുഗറൊന്നും വരില്ല. അതിന് പ്രഷർ കയറുന്നതിനാണ് ഇത് കടലമുട്ടായി. കടലമുട്ടായി കൊടുക്കില്ല, ഷുഗർ വരില്ല. കുതിരക്ക് പ്രഷർ കയറുന്നതിനാണ് ഇടയ്ക്ക് ഷുഗർ കൊടുക്കുന്നത്. നമ്മള് ബ്ലോക്കായി വന്നിട്ടുണ്ടോ ചേട്ടാ? ബ്ലോക്ക് ഒന്നാവില്ല. രാജാവിന് എന്തൊക്കെയോ കൊണ്ടുപോയി തട്ടിച്ചോട്ടെ നമുക്കല്ലേതോ. നോക്കി പഠിപ്പിച്ചു. മരിക്കൊന്നുമില്ല, നന്നത്തെ ചവിട്ട് കിട്ടുള്ളൂ. കുതിരന്റെ ചവിട്ട്. അതിന്റെ അടിയില് ലാടുണ്ട്, ഇരുമ്പിന്റെ ലാടേ. അതുകൊണ്ട് ഇവിടെ ചവിട്ട് വരാം. ഈ നെഞ്ചിന്റെ ഇവിടെ കുതിരയാണോ പട്ടിയാണോ ഡേഞ്ചർ? ഡേഞ്ചർ എന്ന് പറഞ്ഞാൽ കടിക്കുന്ന നല്ല പട്ടികളുണ്ട്. അത് ഡേഞ്ചർ തന്നെയാണ്. പട്ടിയാണ് ഡേഞ്ചർ. പട്ടിയാണ് ഡേഞ്ചർ. കുതിര ഡേഞ്ചർ ഇല്ല. പക്ഷെ ചവിട്ട് നോക്കുമ്പോ അല്ല, അത് 2 ദിവസം കൊണ്ട് റെഡിയായി. നിങ്ങൾക്ക് ഒരു പേഴ്സണൽ ഒരു ഫേവറേറ്റ് എനിക്ക് കുതിരയാണ് തോന്നുന്നത്. പട്ടിനെക്കാളും നിങ്ങൾക്ക് ട്രെയിൻ ഒരു കാര്യം ചെയ്തോ, ഞാൻ പട്ടി, നായ, കുതിര, ആനയൊക്കെ ട്രെയിൻ ചെയ്ത് ഒരു കുതിര വാങ്ങി തന്നാല് ഒരു 5 ഉറുപ്പ്യ ഡെയിലി വൈകുന്നേരം തരാം. വൈകുന്നേരം തരാൻ 5,000 ഉറുപ്പ്യ
വൈകുന്നേരം ആകുമ്പോൾ കിട്ടും. ആ പാട്ട് നോട്ടൊക്കെ ഞാൻ നോക്കിക്കോളൂ. എൻ്റെ കൂലി വെറുതെ കൂലിനിപ്പോ എന്താ, ഒരു കുതിര 5 ഉറുപ്പ്യ ഡെയിലി കിട്ടും. വാപ്പാക്കൊക്കെ ആഫീഫിന്റെ പകരം ഒരു കുതിരനെ വാങ്ങിട്ടിട്ടുണ്ടല്ലോ. ആഫീഫിന്റെ ഈസാന്റെയും പകരം വാപ്പ 2 കുതിരയും 4 വായും വെച്ചിട്ടുണ്ടെങ്കിൽ ഡെയിലി 6 ഉറുപ്പ്യ കിട്ടും. കാര്യമില്ല, ഇനിയും കൂടി കൂട്ടിണ്ട് 15 ടീം. വാപ്പാക്ക് ഇപ്പൊ 15 നഷ്ടാ ഡെയിലി. കുഞ്ഞാക്കുണ്ടായിരുന്നേ, കുട്ടിയാപ്പാക്ക ഉണ്ടായിരുന്നല്ലേ? ചെറിയ കുട്ടിയാപ്പാക്ക ഇല്ലട്ടോ. കുട്ടിയാപ്പാക്ക ഉണ്ടായി. അവിടെ ഒരു കന്നച്ചവടക്കാരുണ്ടായി. കുട്ടിയാപ്പാക്ക കന്നച്ചവടക്കാരൻ കുട്ടിയാപ്പ. എനിക്കാകെ മമ്മൂട്ടിന്റെ കന്നച്ചവടം അറിയുള്ളൂ. ബെല്ലാരി രാജമാണിക്കത്തേ എല്ലാരും രാജ അതന്നെ. പിന്നെ ഞങ്ങൾക്ക് അവിടെ തുണിസാപ്പിണ്ടായിരുന്നു എല്ലാരി. നമ്മളെ അളിയന് മകളെ കെട്ടിയാണ്. ഞാൻ ബെല്ലാരിയൊക്കെ സിനിമയിൽ മാത്രം കണ്ടിട്ടുള്ളൂ. നമ്മളവിടെ അവിടെ നിന്ന് കന്നഡ ശരിക്കും പഠിച്ചില്ല. കന്നഡ പഠിച്ചത്. ഓ, അപ്പൊ കന്നഡ പറയാൻ വയ്ക്കോ? കന്നഡ ചെന്നായി മാറ്റാടുമല്ലോ. കന്നഡ പറഞ്ഞടി. കൊത്തു നിമ്മസ്രേനോ. അതിന് വയ്ക്കട്ടോ. എന്താണ് വിശേഷം ചോദിച്ചാണ് കന്നഡയില്? വിശേഷം വിശേഷം സുഖേനു നെയ്യേ. അത്ര വേറെ തരാതേട്ടാ. ഒരു നിങ്ങളുടെ കുതിര എവിടെ? നിങ്ങളുടെ നിമ്മ കോടല്ലായിരുന്നു. സാധാരണ മൾട്ടി ലിംഗ്വലാട്ടോ നിങ്ങള്. അതൊക്കെ കുറച്ച് പറയണല്ലേ. പറയാ മൾട്ടി ലാംഗ്വേജ്. ഗോഡ കുതിരക്കോ? ഓ അഫീഫെ, അല്ല എന്റെ സ്കൂൾ എന്താ ഇറങ്ങാതിരിക്കും? അത് കേട്ടിക്കണ്ട, രാധേട്ടന്റെ ലാംഗ്വേജ് കേട്ടുന്ന സ്വന്തം ലാംഗ്വേജ് മിസ്സാവും. പിന്നെ സ്കൂളിൽ നിന്ന് അടിയിട്ടും ചെയ്തു. ഏത് ടീച്ചറെ കാണാൻ പറഞ്ഞ എന്നോട്? ഏതോ ടീച്ചറെ പോയി കാണാൻ പറഞ്ഞേ. ഓന് ചീത്തട്ടും പറഞ്ഞിട്ട് ഈച്ചൊന്ന് കണ്ടുവരുമോ? ഇത് ടൗസറമല്ല, ഞാൻ ടൗസറമല്ല. അതുകൊണ്ടാ വക്കാലത്ത് ചോദിച്ചാൽ പോകുമ്പോ മിനിമം അതിന്റെ ലുക്കെങ്കിലും വേണ്ടേ? പറഞ്ഞളാ ഓങ്ങനെ ഏതോ മക്കളൊക്കെ നോക്കി വെച്ചിക്കണേ. ലൈൻ അടിച്ചാൻ പോവാണ് മനക്കെ. ഏതാ തലമുടി എണ്ണേ? എന്തോ കൊസറാട്ടി തന്നെയാണ്. അഫിയ പോവാ. ഓൾ ദി ബെസ്റ്റ്. വലൈക്കും. പേപ്പറൊക്കെ കിട്ടി. വളരെ സന്തോഷമുണ്ട്. കേറിക്കോ കേറിക്കോ. ആ സീറ്റ് ഒന്ന് നേരായി കൊടുത്ത നൂറ, നേരായി കൊടുത്ത. അങ്ങനല്ല, അവിടെ വലിച്ചിട്ടാക്കണം. അവിടെ വലിച്ചു. എന്നിട്ട് ഞാൻ പറഞ്ഞില്ല, ക്ലച്ചില്ലാത്ത വണ്ടി എന്നിട്ട് കുതിര എടുക്കാൻ പോകുമ്പോ അപ്പൊ ഇയാള് ഭാര്യ ഉണ്ട്. പിന്നെ പെരുന്തൽമണ്ണ കല്യാണം കഴിച്ചേ. അതിനോട് പറഞ്ഞു പെരുന്തൽമണ്ണ വെച്ചപ്പോ കാറ് നോക്കിയാണ്, ബെൻസ് കാറാണ്. അപ്പൊ ഞാൻ കാല് അവിടെ ഒരു ചവിട്ടുണ്ട്, അതിൽ ഇങ്ങനെ കാല് വെച്ചു. എത്ര അവിടെ ചവിട്ടിന് വെച്ചു എന്നോട്. ഞാൻ ക്ലച്ചാ ചവിട്ടി, അതിൽ ക്ലച്ചൊന്നും ഇല്ല കേട്ടോ. അതിൽ കാല് വെക്കണതാണ്. അന്തകാലത്തുള്ള വണ്ടി അതോ? അല്ല, കഴിഞ്ഞ ഒരു കൊല്ലായിട്ടുള്ളൂ. ഒരു കൊല്ലായിട്ടുള്ളൂ. അപ്പൊ ഓട്ടോമാറ്റിക് ഒക്കെ ഉണ്ട്. പണ്ട് ഓട്ടോമാറ്റിക് ഇല്ലേ? പണ്ടില്ലേ? പണ്ടുണ്ട്. ക്ലച്ചില്ല, പോവാൻ നല്ല സുഖമാണ് ക്ലച്ച് ഇല്ലെങ്കിൽ. അത്രയും പണി കുറയല്ലേ? പക്ഷെ പണി അറിയാലോ നമുക്ക്. നമ്മളെ മറ്റേത് ഓട്ടി ചവിട്ടൂരേ. അവിടെ കാല് വെറുതെ വെക്കാൻ വേണ്ടിട്ട് ഒരു ചവിട്ടുണ്ട് അവിടെ. അതിന്റെ വിചാരം ക്ലച്ചാണ്. അപ്പൊ ഞാൻ കാലിങ്ങനെ അനക്കുന്നുണ്ടപ്പോ. അസ്സലാമലൈക്കും. എന്താ വർത്താനം? ഏട്ടനാണ് നമ്മളെ. നമ്മളെ പുതിയ നമ്മളെ മറ്റേ ഏട്ടൻ. മറ്റേ അങ്ങനെ പറയില്ലേ? രാധർഷേട്ടം. ഞാൻ ഉദ്ദേശിച്ച ഏട്ടനല്ല, ഞാൻ അതാണ് അങ്ങനെ പറഞ്ഞത്. ഞാൻ അതൊന്നും അതിന് പെട്ടല്ലോ കേട്ടോ. ഇല്ലേ, നമ്മളെ സ്വന്തം ആളാ. ഫുള്ള് രാധേട്ടനാ. അല്ല, എന്താ പരിപാടി വേറെ എന്തൊക്കെ?
രാധാകൃഷ്ണേട്ടാ അപ്പൊ നമ്മളിപ്പോ പരിചയപ്പെട്ടിരിക്കണേ കേട്ടോ. ഞാൻ മറ്റേട്ടൊന്നും പറയില്ല. പറഞ്ഞോട്ടെ കുഴപ്പമില്ല. ഞങ്ങള് പോയിട്ടോ ഇതുപോലെ പോവാണ് സ്കൂൾ ട്രിപ്പാ. സ്കൂൾ ബസ്സാ. നായേട്ടെന്ന് പറയാൻ കൊണ്ടുവന്നാണ്. ഞാനോ? അല്ലേ മൂപ്പരോ? ഷേപ്പ് ഞാൻ അങ്ങനെ പറയില്ല. എല്ലാ പറഞ്ഞു. അല്ല മൂപ്പരക്ക് എന്താ വെച്ചാല് ട്രെയിനിങ് ഉണ്ട്. ഡോഗ്സ്, കുതിര, ആന. എന്തിന്റെ ഈ ട്രെയിൻ ചെയ്യും. അമ്പലത്തിലുള്ള ആനകളെ ട്രെയിൻ ചെയ്യും. ഈ കുതിരനെ മെരിക്കും. വലിയ എത്ര കടിച്ചിന പട്ടികളാണെങ്കിലും മൂപ്പര് ട്രെയിൻ ചെയ്യും. ഇപ്പൊ നമ്മളെ പരിത്ത മൂപ്പരല്ല നോക്കണേ. അതെ. അങ്ങനെ ഫസ്റ്റ് പരിചയപ്പെടുമ്പോഴല്ലേ ശരിക്കും ഒരാളെ വില മനസ്സിലാണെങ്കിലേ അല്ലേ. എനിക്ക് എന്നെ കൂടുതൽ അറിയണേ ഉണ്ണേട്ടനോട് ചോദിച്ചു. കാവേരി എന്തെങ്കിലും ചോദിച്ചു. കാവേരി തുണ്ണിട്ടോ ഞങ്ങള് പോയി. അല്ല അങ്ങനെയല്ല, അതല്ല ആരോട് ചോദിച്ചാലും പറയാം എക്കോ സിസ്റ്റം നടത്തണ്ടല്ലോ ജി. പിന്നെ നമ്മക്ക് പറഞ്ഞാല് നമ്മളെ കമ്പനികൾ പറഞ്ഞാല് 1ാം ക്ലാസ്സിലെ കുട്ടികളെ മുതല് രാധേട്ടന്റെയും മേലുള്ള ആൾക്കാര് ബന്ധങ്ങളാണ്. അല്ല അത് വേണം, അത് വേണം. ഒരു നാടൻ നമ്മളെ ബന്ധങ്ങളാണ്. ഞാൻ ഇവിടെ കൂടി സ്കൂളിൽ ആക്കട്ടോ. ഇന്ന് സ്കൂൾ ബസ്സാണ് ഈ വണ്ടി. ഇവള് ബാബുന്റെ ഇപ്പന്നെ അഞ്ചന്റെ ഇവിടെ കടല്ലേ അതാണോ? അല്ലല്ല അത് ഏട്ടന്. പിന്നെ ഇവിടെ ഈ മറ്റേ CCTV ഒക്കെ ഉള്ളേ. അത് ശരി. ഓളപ്പേണേ മൂപ്പരെ പേര് എന്താണ്? പേര് റിയാസ് ബാബു. പോയോ ഞങ്ങൾ ബാച്ചാണേ. നിങ്ങളെ വെച്ചാ അങ്ങനെയൊന്നും പറയുന്നു. അതെ, ഇവനെ കണ്ടില്ലേ? ഫോട്ടോ ഒക്കെ പിടിക്കും. പോയിട്ടോ? ഓക്കെ. കറക്റ്റ് മനസ്സിലായിട്ടില്ല തോന്നുന്നു. ചിലപ്പോ മനസ്സിലായിട്ട് ചിലപ്പോ നമ്മളെ മറ്റേട്ടനല്ലേന്ന് പറഞ്ഞപ്പോഴേ ഇന്നിപ്പോ വരാത്തൊരു പൂക്കോട് പാടത്ത് ഇവിടെ വളരെ കുറവാണ്. എല്ലാവർക്കും അറിയാം. ചെറിയ കുട്ടികൾ പോലീസ് സ്റ്റേഷനിൽ വരെ അന്ന് ഞങ്ങള് വീഡിയോ ഇട്ടിട്ടുണ്ടല്ലോ. എത്ര ആളെ കമന്റ് ചെയ്തറിയോ? 5 കണ്ണൂരിൽ ഒരു ചങ്ങായി വിളിച്ചിരുന്നു. ഫോൺ വിളിച്ചോ? നിങ്ങളെ വീഡിയോയിലുണ്ടോ? അപ്പൊ നിങ്ങള് നമ്പർ എങ്ങനെ കിട്ടി? ആർക്കാരും എനിക്കില്ല. കണ്ണൂര് ആലപ്പണി എടുത്തിട്ടുണ്ട് പറയേ തളിപ്പറമ്പലേ. കണ്ണൂര് നമുക്ക് ഇഷ്ടമുള്ള ഏരിയ കേട്ടോ. തളിപ്പറമ്പിലൊക്കെ എത്ര ആൾക്കാരാണ് നമ്മളെ ആൾക്കാര്? സ്വന്തം ആൾക്കാരാ നമ്മളെ. രാജേശ്വര അമ്പലത്തില് 3 കൊല്ലം ഉണ്ടായിരുന്നു. രാജേശ്വരി അമ്പലത്തില് അവിടെ ഉണ്ടല്ലോ. 2 പേരാണ്. രാജരാജേശ്വര ക്ഷേത്രം. അപ്പൊ തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രത്തിന്റെ അടുത്തുള്ളവരൊക്കെ കമന്റ് ചെയ്തോളിട്ടോ. രാധേട്ടനൊക്കെ അവിടെ മുമ്പ് കൊറേ വർക്ക് ചെയ്ത ആളാണ്. ഇപ്പൊ നാട്ടില് മാത്രല്ലേ തളിപ്പറമ്പില് അമ്പലത്തിന്റെ അവിടെ പോയിട്ട് ആരോട് ചോദിച്ചാലും രാധേട്ടൻ ശരിക്കും നമ്മളിപ്പോ കണ്ണൂരത്തെ ഒരു പരിപാടിക്കാണ് പോരണം. ഞാൻ പറഞ്ഞു. നൂറിന്റെ സ്കൂൾ അപ്പുറത്ത് കൂടെ അല്ലേ നൂറ? ശരിക്കും ഒരു പരിപാടിക്ക് പോരുമ്പോഴേ കറക്റ്റ് മനസ്സിലാവുള്ളൂ. അന്ന് തന്നെ ഞങ്ങൾ നിങ്ങളപ്പം വീഡിയോ ഫോട്ടോ ഒക്കെ ഇട്ടിട്ടേ തൊണ്ടീന്ന് 5 മൈലിന് നിലമ്പൂരിന്ന് പൂക്കോട്ടുംപാടം. അതുകൊണ്ടിപ്പോ അതിലായിട്ട് നടക്കാൻ പറ്റില്ലല്ലോ. നിങ്ങളിപ്പോ ഫേമസ് ആയല്ലോ. അല്ലേലും പണ്ടേ ഫേമസ് ആരാണ് അപ്പളേ? നമ്മള് പണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു നമ്മളിപ്പോഴും നല്ല ആദ്യം മുതലേ പണ്ടൊക്കെ പണ്ടേ ഫേമസ് ആണ്. ഞമ്മക്ക് എന്തിനാ പുതിയ ഫേമസ് ആവേണ്ട ആവശ്യം? നമ്മള് വല്ലാപ്പേ എല്ലാരും അപ്പൊ അറിയണ്ടല്ലേ? ആരാ ചോദിച്ചേ? രാധനോട് ചോദിച്ചാരാ? ഓരോരുത്തർ നമ്മള് ഒക്കെ പരമ്പരത്തെക്കാർ ചേർത്താ ചോദിച്ചു. വീഡിയോയിലുണ്ടല്ലോ എന്നൊക്കെ അല്ലേ? എത്രങ്ങാനും ആളാ യൂട്യൂബിലുണ്ടല്ലോ. എത്രങ്ങാനും ആളാ വീഡിയോ കാണാനറിയോ? ദാസേട്ടനും വന്നിനെ. ചേട്ടൻ എന്നോട് പറഞ്ഞേ. അതേ നമ്മളെ കമ്പനിയാണ്. അതിനോട് പറഞ്ഞു എന്നെ എടുത്തിട്ടുണ്ടല്ലോ മോട്ടോർ സൈക്കിൾ കയ്യാറ്റി എത്തിയാ. എന്നോട് ഉമ്മ ഏതാ ടീച്ചറെ കാണാൻ പറഞ്ഞേ. കണ്ടുപോന്നു. ഓൻ കണ്ടുപോന്നു. 5ന്റെ ടീച്ചർ അടിക്കാൻ പറഞ്ഞു പോര്. അടിച്ചതൊക്കെയാണ്. ഓ ശരിക്കും അവനൊക്കെ അടിച്ചാൻ പറയാ വേണ്ടി. അല്ല അടിക്കാൻ പറ്റൂല. കുട്ടികളെ തൊട്ട് കഴിഞ്ഞാൽ വരാറേ. അതിന് ഈ
നമ്മൾ ഈ ലോകത്തിലാണെന്നുണ്ടെങ്കിൽ കുട്ടികളെ അടിച്ചേണ്ട ആവശ്യമില്ലേ, പറഞ്ഞാ കേക്കും. അതുപോലെ തന്നെ നമ്മള് നായക്കളെ മാതിരി തന്നെയാണ് കുട്ടികളും. നായക്കളെ അടിച്ചു കഴിഞ്ഞാൽ യാതൊരു മെയിൻ ചെയ്യില്ല. ദേഹോദരപദ്രവം വിളിച്ചാലും കൂടി വരില്ല അടിച്ചാല്. മനസ്സിലായി. ഐറ്റാക്ക് ഫസ്റ്റ് തന്നെ നമുക്ക് എതിർപ്പാവും. ദേഹോദരപദ്രവം നടത്തിയിട്ട് കാര്യമില്ല. നമ്മളെത്ര കണ്ട ഐറ്റങ്ങളോട് പാവായി നിൽക്കണോ അത്രയും കണ്ട ഐറ്റങ്ങൾക്ക് സ്നേഹം ഉണ്ടാവും. ഞാൻ തന്നെ ഇപ്പൊ അധ്യാപകനല്ലേ. മറ്റേ മറ്റേട്ടോ ഏത് ഇപ്പൊ നേരത്തെ നമ്മള് നായരെ വിട്ടില്ലേ, വേറെ ആരെങ്കിലും ആണെങ്കിൽ എത്ര ധൈര്യത്തിൽ കയറി വരുമോ? സത്യം. ഓന്റെ വരവ് കണ്ടാൽ തന്നെ പേടിച്ചൂടെ? അങ്ങനെ നിക്കുക പേരന്റെ മുന്നില്. പക്ഷെ ഓൻ നിങ്ങളോട് ഉമ്മ പറയണ്ടേ, എന്റെ ഉമ്മല്ല, മറ്റേ ചോറ് കൊടുക്കുന്ന താത്തല്ലേ കുഞ്ഞാക്കാന്റെ മങ്ങളെ, അത് പറയണ്ട് എന്നോട്, നായി നോക്കാണി എന്റെ നെഞ്ഞത്തേക്ക് കാലെടുത്ത് വെക്കണ. അത് ഞാൻ പറഞ്ഞത് അത് സ്നേഹം കൊണ്ടാണല്ല, അല്ല നിങ്ങൾ തിന്നാൻ കൊടുക്കണല്ലോ, അല്ല നിങ്ങളെ കടിച്ചാലും പിടിച്ചാലും ഒന്നും അല്ല. എന്നിട്ട് ഞാനാ നല്ല ചോറ് വെച്ചെടുത്ത് കൂട്ടില് പാവണതേ. അതെ, അവിടെ ഒന്നും ചോദിച്ചൊന്നുമില്ല. പേർക്കാരോട് മാത്രമാണ് പാവം, മറ്റുള്ളവരോട് ചാടും. ചാടും എന്നോട് പിന്നെ എന്റെ ഷോപ്പിങ്ങിലായതുകൊണ്ട് നിങ്ങള് പറഞ്ഞാൽ നിങ്ങൾ അതിനെ നിർത്താനോട് നിർത്തുവേ. ഇവിടെ ആരും വന്നിട്ടില്ലേ? 10:30 സ്കൂള്. രാവിലെ 9:16. കുട്ടികൾ വരുന്നുണ്ട്. ആയിക്കോട്ടെ, അജ്ജി പെരയിൽ എന്തെങ്കിലും പണിയെടുക്കണ വിചാരിച്ചിട്ട് വേ പോന്നാണ്. അല്ലാത്ത നൂറാനോട് ചിലപ്പോ അടിച്ചാൽ പെരീന്ന് എന്തേലും അടിച്ചോറിലൊക്കെ ഉണ്ടാവും ഇതിട്ട് മിന്നാണ്. സ്കൂളൊന്നും ഇല്ലേ? തുടക്കം തന്നെ ലീവായോ? അതെ, കുട്ടികളുടെ സ്കൂളൊന്നും ഇല്ല പോലെ. നൂറ് അതെന്റെ ക്ലാസ്സിലെ കുട്ടിയാണോ നീ നൃത്തം കണ്ടിട്ട്? അപ്പൊ ഇപ്പൊ ഞങ്ങൾ ക്ലാസ് ഒക്കെ ഉണ്ടാക്കി തന്നെ തരുമോ? ചേച്ചി എന്ന് സ്കൂളില്ലേ? സ്കൂളില്ലേ? ആരും കാണാനല്ല. നൂറ രണ്ടക്ഷരം പഠിച്ചാ പോയിങ്ങാണ്ടി അല്ല യൂട്യൂബ്. 2 അക്ഷരം അതൊക്കെ എന്റെ സ്കൂളില്ലേ? ഇല്ല പറയണേ. പറയാനില്ല. പണിമുടക്കുണ്ടോന്ന്? സ്കൂളില്ലെന്നു ചോദിച്ചപ്പോ തന്നെ പ്രതീക്ഷയുടെ പുൽനാളം വിടർന്ന് അവിടെ നിൽക്കണം. എല്ലാവരും അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നു. ഇനിയിപ്പോ ഇല്ലേ എന്താ ഇങ്ങോട്ട് വരടാ ചോദിക്കട്ടെ. വരി, എല്ലാരും വരി. ഈ വാതിലടച്ചോ. നൂറന്റെ ഫ്രണ്ട്സ് വരുന്നുണ്ട്. ധാരണേ ചെറുക്കന്മാര്. അപ്പൊ സുഹൃത്തുക്കളെ, നമ്മുടെ ഇത് സ്കൂളടാ പറമ്പ സ്കൂളല്ലേ? പറമ്പ സ്കൂളിലെ ഏതാനും സുഹൃത്തുക്കളാണ് നമ്മുടെ കൂടെ വന്നിട്ടുള്ളത്. എന്താണ് വിശേഷം? ഉഷാറായിട്ട് പോകുന്നു. ക്രിസ്മസ് അവധിക്ക് ശേഷം എത്ര ദിവസം സ്കൂളിൽ വന്നു? ഫസ്റ്റ് ഇന്നാണ് വരുന്നത്, മുമ്പ് വന്നിട്ടില്ല. പൂട്ടിയതിൻ്റെ മുന്നേ വന്നു. ക്രിസ്മസ് പരീക്ഷ ഈസി ആയിരുന്നോ ടഫായിരുന്നോ? അവനൊക്കെ എഴുതാനും വായിക്കാനും വയ്ക്കും. പിന്നെ പോയടാ അവിടുന്ന്. കുട്ടികളെ രാവിലെ തന്നെ ഡീമോട്ടിവേറ്റ് ചെയ്യണേ. പിന്നെ ഒരു പ്രധാനപ്പെട്ട ചോദ്യം, ഇത് നമുക്ക് വാർത്താ ചാനലുകളിൽ കൊടുക്കാനുള്ളൊരു ചോദ്യമാണ്. തള്ളു PT പീരീഡിൽ ടീച്ചർമാർ വരുന്നതിനെ കുറിച്ച്, ക്ലാസ്സിൽ കയറി വരുന്നതിനെ കുറിച്ച് എന്താണ് അഭിപ്രായം? ദേഷ്യം വരും. നിങ്ങളുടെ അടുത്തേക്ക് വരി, നിങ്ങൾ പറയണ അവിടേക്കുള്ള ഇതിൽ കിട്ടൂലേ. എന്താ അങ്ങനെ വരുന്നതിൽ? നിങ്ങൾ ഫുട്ബോളൊക്കെ പിടിച്ച് ഗ്രൗണ്ടിലേക്ക് ഇറങ്ങുമ്പോൾ ടീച്ചർമാർ വരുന്നുണ്ടാവില്ല ചിലപ്പം. നമ്മളെ കാലത്ത് വന്നിനി വരുന്നുണ്ടെങ്കിൽ എന്താണ് അതിനെക്കുറിച്ച് അഭിപ്രായം? പറയൂ. പറയൂ. ഞാൻ പറഞ്ഞോളൂ, പോവാനുള്ളതാണ്. പറയടാ. ഈറടിക്കും. അന്റെ കൈമത്തെ റിങ് നോക്കട്ടെ. ആ റിങ് നോക്കട്ടെ. ഇങ്ങോട്ട് കൊണ്ട് കാണിച്ചോണ്ടാ സ്റ്റൈൽ റിങ്. ഹായ്, പേരെന്താ? ശരൺ.
ശരൺ പേരെന്താ? അനിരുദ്ധ്. ഓ മ്യൂസിക് ഡയറക്ടറുടെ പേരാണല്ലോ ആദിദേവ്. അനിരുദ്ധിന് ദിൽജിത്ത്. ദിൽജിത്തിന്റെ കൂട്ടാണ് അമരമ്പലത്തെ ഹാഷിം. അഭിനവ്. പേര് നീരജ് കൃഷ്ണ. ഓ എല്ലാവർക്കും കിടിലം പേരുകളാണല്ലോ. അപ്പോൾ എല്ലാവരും ക്രിസ്മസ് പരീക്ഷ കഴിഞ്ഞ് പേപ്പറിന് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ? എല്ലാവിധ ആശംസകളും നേരുന്നു. നമ്മളെ പറമ്പ് സ്കൂളിലെ സുഹൃത്തുക്കളും വഴികാട്ടികളുമായ നമ്മുടെ ഏതാനും കുട്ടികളാണ് നമ്മളോട് കൂടെ ഇത്രയും നേരം ചേർന്നത് മനോജ്. അപ്പോൾ ഇന്നത്തെ വാർത്തയിൽ നമ്മുടെ സ്കൂൾ തുറക്കുന്ന കാര്യങ്ങളും സംഭവങ്ങളും നമ്മൾ ഓരോ സ്കൂളും നമുക്ക് കവർ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ പറമ്പ് സ്കൂളിലെ ഏതാനും വിദ്യാർത്ഥികളെയാണ് നമ്മളിപ്പോൾ ഫസ്റ്റ് ടൈം കണ്ടിട്ടുള്ളത്. അപ്പോൾ അടുത്ത ഇപ്പോൾ ഈ പൂട്ട് കഴിഞ്ഞു അടുത്ത സ്കൂൾ പൂട്ടിന് വരാം. ഓക്കെ, ഇന്ന് നമ്മളെ ഹനാൻസ് ന്യൂസ് പറഞ്ഞ ന്യൂസ് ചാനലുണ്ട് നമ്മളെ യൂട്യൂബിലുള്ള, എല്ലാവരും പോയി കാണണം. ഓക്കെ, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ നൂറ ഞാൻ പോട്ടെ. പോയി തരാം കേട്ടോ. ഞാൻ എത്ര മണിക്കാണ് വരണ്ടേ? ഇപ്പൊ തന്നെ എപ്പോഴാ വരണ്ടേ? 1 മണിക്ക്. അപ്പോൾ ഇൻ്റർവെല്ലാണ്. അപ്പോൾ വരാന്നാ മറക്കൂല. എത്ര കണ്ണൊക്കെ എഴുതിയോ? പ്രോമിസ്. ഇതിൻ്റെ പെങ്ങളാണ് കേട്ടോ. അപ്പോൾ തന്നെ തൊണ്ടി കുടുങ്ങി. എൻ്റെ അഞ്ചത്തെയാണ് കേട്ടോ. മറക്കൂല. ഇവള് കാണലുണ്ടോ നിങ്ങൾ സ്കൂളിൽ? ആക്റ്റീവ് മെമ്പറാണോ? എടാ ഇവളോട് അങ്ങനെ കളിക്കണ്ടോ? ഇവള് ഡേഞ്ചറാ. ഇവള് പരിപാടികളിലൊക്കെ ഉണ്ടാവലുണ്ടോ? ഇവള് കമ്മിയാ? ജനറൽ ക്യാപ്റ്റനും ബാക്കിൽ കുറ്റം പറയാം. 1 മണിക്ക്. 1 മണിക്ക്. എന്നാ പോയി വരാട്ടോ. 1 മണിക്ക് വരാട്ടോ. വരൂ. എത്ര കുട്ടികളുണ്ട് എൻ്റെ ക്ലാസ്സിൽ? ജനറൽ ക്യാപ്റ്റൻ 39. അയക്കാരെന്നോ? 40? 50? എന്തെങ്കിലും ഒരു കണക്ക് പറയുന്നോടാ. എന്തായാലും ഒരു 3/4 മണിക്കൂർ വെയിറ്റ് ചെയ്തോ സ്കൂൾ തുറക്കാൻ. ഓക്കെ, അല്ല 9:15 ഒരുപാട് നേരത്തെ ആക്കിയോ? 1 മണിക്ക് വരും. അതിനാണ് ഈ നേരത്തെ പോണേ. ഇനി ഉറങ്ങിപ്പോ. ബായ്. ആദിദേവ്, നീരജ്, ദിൽജിത്ത്, പിന്നെ ആരൊക്കെയാ? അഭിനവ്, അനിരുദ്ധ് പറഞ്ഞു. പിന്നെ ചെക്കൻ്റെ പേരെന്തേലും? നീരജ് കൃഷ്ണ. ബൈ മുത്തേ. ബൈ. അപ്പോൾ നൂറിനെ സ്കൂളിലാക്കി കൊടുത്തിട്ട്. അതാണ് നൂറിൻ്റെ സ്കൂള്. ഗവൺമെൻറ് UP സ്കൂൾ പറമ്പ. ഇപ്പച്ചി ഇവിടെ വർക്ക് ചെയ്തിനതേ. ഇപ്പച്ചി ഇവിടെ നിന്നാണ് തുടങ്ങണത്. ആദ്യം ഇവിടെ ഇപ്പച്ചി. അന്ന് ഈ സ്കൂളിൽ ഞാൻ വന്നിക്കണേ ചെറുപ്പത്തിൽ. ഇപ്പച്ചി കൊണ്ടുവരുന്നേ അന്നും ഇപ്പച്ചിൻ്റെ ഇവിടേക്ക് എന്താ പറയാ? പക്ഷെ വേറൊരു പേരുണ്ടല്ലോ ഇവിടെ. ഉപ്പുള്ളിയോ? ഉപ്പുപള്ളി. ചായ കുടിച്ചാലോ നമുക്ക്? എന്താ ഇഷ്ടം പീടി നിന്നാണെങ്കിൽ? അങ്ങനത്തെ ഇഷ്ടമൊന്നുമല്ല. ആരെ കുടിച്ചില്ല കൂടുതൽ കുടിച്ചാൽ എല്ലാം കഴിക്കാനെല്ലാം കഴിക്കും. പക്ഷെ എന്തിനാ കഴിക്കണം? ഹെൽത്തി ഭക്ഷണ രീതി സ്വീകരിക്കാറുള്ളൂ. ഇപ്പൊ ഇന്നലെ കമ്പനികളുടെ കമ്പനി എന്ന് പറഞ്ഞാല് മറ്റേ കാടർച്ചി പൂളി ശകല വെള്ളം ഉണ്ടായിരുന്നു. അപ്പൊ അതിൽ തന്നെ വിളിച്ചു വരികയാണ്. അതിനകത്തുനിന്ന് വെക്കിങ്ങൾ കാണും. വെച്ചെടുത്തു. ഫുഡ് വെച്ചു. ഫുഡൊക്കെ നമ്മൾ വെച്ച് റെഡിയാക്കി കൊടുത്തു. ശകലം കഴിച്ചു പോന്നു. എല്ലാ ഫീൽഡിലും ആനപ്പണി പഠിച്ചണമെങ്കിൽ ആദ്യം ഫുഡ് ഉണ്ടാക്കി പഠിക്കണം. ആനക്കോ? ആനക്കല്ല, ആനക്ക് ഉണ്ടാക്കണം, നമുക്കുണ്ടാക്കണം. അല്ല അതെങ്ങനെ അറിയാം? ഈ ആനക്കാര് അന്ന് നമ്മൾ പഠിക്കല്ലേ, ആനക്കാര് ആനയും കൊണ്ട് പണിക്ക് പോകും. ഒരു 10 മണിയാകുമ്പോഴേക്ക് ഉപ്പുമാവും ചായ നമ്മൾ ഉണ്ടാക്കി കൊണ്ട് കൊടുക്കണം. ഉച്ചക്ക് വരുമ്പോഴേക്ക് ചോറുണ്ടാക്കണം.
ആന പ്ലോഗ് തിന്നും. ആനക്കല്ല, ആനക്കാർക്ക് ആ ഓൾക്ക് ഓൽക്കുണ്ടായി 10 മണിക്ക് ചായയും കടിയും വേണ്ടേ. പിന്നെ ഉച്ചക്ക് ചോറ്, വൈകുന്നേരം വരുമ്പോഴേക്ക് ആനക്ക് ചോറ് വേണം, ഓൾക്ക് ചോറ് വേണം. അങ്ങനെ പറ്റി പഠിച്ചാ. ഡയറ്റ് പ്ലാൻ ആണല്ലേ. പിന്നെ ആന സേപ്പ് പഠിക്കും, ആന കഴുകിടലിൽ പഠിക്കുക. പിന്നെ ആൻ്റെ പുറത്ത് നമ്മൾ ചായ കൊണ്ട് കൊടുക്കുന്ന സമയത്ത് വല്ല ആൻ്റെ പുറത്ത് തരാൻ ഞാനൊരു കഷ്ണം പിടിപ്പിച്ചോട്ടെ അറിയും, എന്നാൽ കയറിക്കോളി അറിയും. ആണോ? കയറ്റി തരും. അങ്ങനെ അങ്ങനെ പിടിപ്പിച്ച് പഠിക്കുക. അങ്ങനെ പഠിക്കുക. അങ്ങനെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യണേ. എന്താ ഒരു തിരക്ക് നോക്കി നിങ്ങള് സ്കൂളത്തെ എല്ലാരും സ്കൂള് തുറന്നപ്പോഴേ. അല്ലാത്തപ്പോ എല്ലാരും ഇതിൽ ഊട്ടിക്ക് പോകാൻ തിരക്കാട്ടാ. ഇതിപ്പോ സ്കൂളിലേക്ക് നിലമ്പൂരങ്ങാടി എന്തൊരു തിരക്കേനെ അറിയോ കഴിഞ്ഞ നാളെ മറ്റന്നാൾ തിരക്കായില്ലേ, പാട്ടല്ലേ. അതന്നെ പറഞ്ഞത്, നിലമ്പൂരങ്ങാടിക്ക് ഇനി ഒരു ഒഴിവ് ഉണ്ടാവില്ല. അപ്പൊ അങ്ങാടിക്ക് ഇറങ്ങലില്ല നമ്മളാരും. ഇത്രയും ദിവസം 20-ാം തീയതി തൊട്ട് ഇന്ന് വരെ ഊട്ടിക്ക് പോണല്ലോ തിരക്ക്. എന്തൊരു പോക്കാ ഊട്ടിക്ക്. ഊട്ടിയില് മറ്റേ എന്താ പുഷ്പമേള മാത്രല്ലേ, മഞ്ഞു. ആ സ്ഥലത്തിന് തലേക്കുന്തേ എന്താ ചോദിച്ചോ? ആ എന്ത് എന്തോ ഒരു കുന്തം പിടിച്ച സ്ഥലം. ആൾക്കാര് അവിടെ മഞ്ഞ് വീകുന്നുണ്ട് പറഞ്ഞിട്ട് ആൾക്കാർക്ക് ഫുള്ള് ചെന്നൈയിലോ തലൈക്കുന്തത്തില് മഞ്ഞ് വീണിട്ട് ആൾക്കാര് ഫുള്ള് അവിടെ മഞ്ഞ് വീഴലാണ് പറഞ്ഞിട്ട്. കമ്പിയും കുറച്ചൊക്കെ ആയിട്ടാണല്ലോ ചങ്ങായി രാവിലെ തന്നെ വന്നിക്കണം. തലൈക്കുന്തല് മഞ്ഞ് വീഴാന്നിട്ട് എല്ലാരും രാവിലെ അവിടെ പോവാ. എന്നിട്ട് രാവിലെ വല്ല പോണോലെ ബ്ലോക്ക്, വൈകുന്നേരം മടങ്ങി വരുന്നോലെ ബ്ലോക്ക്, ഉച്ചക്ക് തിരക്ക് കുറയാൻ വേണ്ടിയിട്ട് പോണ ആൾക്കാരെ ബ്ലോക്ക്, ഇവലൊരു തിരക്ക്, സകല തിരക്കും. നിലമ്പൂർ അങ്ങാടിക്ക് ഇറങ്ങാൻ പറ്റാത്ത കോലത്തിലായി. എല്ലാരും ഊട്ടിക്ക് പോവല്ലേ. ഇനിയിപ്പോ ആരും ഊട്ടിക്ക് ഉണ്ടാവില്ല. ഇനി എല്ലാരും നിലമ്പൂർ പാട്ട്. വണ്ടി അവിടെ പോയി വണ്ടി ഇല്ലേ എടുക്കണം നമുക്ക്. അപ്പോഴല്ലേ നമുക്ക് എല്ലാവർക്കും പോകാൻ പറ്റുള്ളൂ. നമ്മളത്രയും ആളുണ്ട്, 10-15 ആളുണ്ട് നമ്മള്. കരഞ്ഞു പോണു സ്കൂൾക്ക്. 30-ന് ഓക്കെ അല്ലേ. ഓട്ടം വിടും ചെയ്യേ. കല്യാണം അങ്ങനത്തെ പരിപാടിക്കൊക്കെ പോവുകയും ചെയ്യും. എവിടെയുള്ള വണ്ടിയാ അത്? കോഴിക്കോടേ. ഇതിനൊന്നും സ്കൂൾക്ക് വന്നിട്ടില്ലടാ, ആരും കാണുന്നില്ല റോട്ടുമക്കത്തൊന്നും. എക്സ് പോലെ തിരിഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ഞാൻ അടുത്ത ആൾക്കാർ തരുന്നുട്ടോ. ഇപ്പൊ ഇവിടെ ചവിട്ടിങ് ചെയ്തു. മുമ്പിട്ട് നിന്നാൽ നാടേ കൂടെ പോകും. നമുക്ക് എങ്ങോട്ടാ പോലും പോണെന്ന് പ്രവചിക്കാൻ പറ്റൂല. ഇങ്ങോട്ട് വരുന്ന വേണ്ടി ചിലപ്പോ അങ്ങോട്ടാ പോകും. ഈച്ചോ കാസാം ഇവിടെ ഭക്ഷണമായി കാണോ? എന്തേലൊക്കെ ഉണ്ടാവൂലേ? പ്രഭാത ഭക്ഷണം ഉണ്ടാവില്ല ഇവിടെ. നമുക്കിപ്പോ ഈ നെൽമ്പൂർ പാട്ടിനോട് അടുപ്പിച്ച് കുതിരനെ കിട്ടാൻ വിചാരിച്ചിട്ടുണ്ടോ? നമുക്ക് പാട്ടിന്റെ കുതിരനെ ഇറക്കി വെക്കാലോ. കുതിരനെ ഇങ്ങളുണ്ടേലൊക്കെ ഇറക്കാൻ നമ്മള് റെഡിയാണ്. അല്ലെങ്കിൽ എന്താ വെച്ചാൽ നമുക്ക് നോക്കാൻ പറ്റൂല. നമുക്കൊരു പണിയായില്ലേ, ഞാൻ ഉണ്ടാവും. നോട്ടൊക്കെ ഞാൻ വാങ്ങിക്കോളാം. കുതിരക്ക് എത്ര രൂപ എവിടെയോ വാങ്ങിട്ടാ? കുതിര പാലക്കാട് സത്തമംഗലത്തുണ്ട്. സത്തമംഗലം. ഞാൻ ഒരു ഫോൺ നമ്പർ രജയിൽ പിടിച്ചോ. അവിടെ കുതിര നല്ല കുതിര ഉണ്ടോ ചോദിക്കാം. ഗൗതം എന്നാ അവന്റെ പേര്. അവിടെ ഒട്ടകം വരെ ഉണ്ട്. ഏകദേശം എത്ര രൂപ കിട്ടും? 10-35 രൂപേന്റെ മേലൊക്കെ ഉണ്ട് കുതിര. അല്ല തമാശലുണ്ട്. 35 രൂപ സ്റ്റാർട്ടിങ് കുതിര. EMI ഉണ്ടോ? നേരെ വാങ്ങലേ? ലോൺ ഇടാനൊന്നും പറ്റില്ല. അതിന്റെ ഇപ്പൊ എന്തൊക്കെ കിട്ടും ആക്സസറീസ്? അതിന് സീറ്റൊക്കെ നമ്മൾ എക്സ്ട്രാ മേടിക്കേണ്ടി വരും. കുതിരന്റെ സീറ്റ് കവർ ഒന്നും ഉണ്ടാവില്ല. അതൊക്കെ എക്സ്ട്രാ അത് അവിടെ തന്നെ ഉണ്ട്. സാധനം കിട്ടും. അതൊക്കെ അവിടെ നിന്ന്. പക്ഷെ ഹെവി മെയിൻ്റെനൻസ് അല്ലേ കുതിര? സർവീസ് അല്ല കൂടുതൽ. പ്രശ്നമില്ല. ഹെവി ഒന്നുമില്ല. അതിന് നല്ലോണം കൊണ്ടെടുക്കണ്ടേ? അതിനെന്താ കൊണ്ടെടുക്കണേന്താ? അതിന് ആരെങ്ങൾ തന്നെ ഉണ്ടാവുള്ളൂ, നമ്മളുണ്ടാവില്ലേ? നിങ്ങൾ വേണ്ട, ഞാൻ എത്തുമെന്ന് ആ കാര്യം. ഒരു പണിയായാലേ.
ഒരു പണിയായി. അതുപോലെ കല്യാണത്തിന് കാര്യത്തിനൊക്കെ കൊണ്ടുപോകാം. കുതിരനെ കല്യാണത്തിന് ചെക്കനും പെണ്ണിനും പുറത്തേക്ക് ചെയ്യാണ്ടിരുന്നാലും കാര്യമായില്ലേ. എല്ലാ മേഖലയും ബോസിന്റെ കയ്യിലുണ്ട് കേട്ടോ. ഇന്റെ അടുത്തുള്ള ഞാൻ പറയാണ് ഗൈസ്, ഇന്റെ അടുത്തുള്ളതിൽ ഏറ്റവും വലിയ കോണ്ടാക്ട് ഉണ്ടത്. ഇതിന്റെ മേലേക്ക് എൻ്റെ അടുത്തൊരു കോണ്ടാക്ട് ഇല്ല. ഇതാണ് എന്റെ മാക്സിമം കോണ്ടാക്ട് ലെവൽ. ഇപ്പൊ റേഞ്ചിലൊക്കെ മനസ്സിലായി കാണും. രാധേട്ടൻ എന്ന് പറഞ്ഞാല് എടാ നമ്പർ എടുത്തിട്ടോ ഗൗതം സത്തനമുക്കത്തെ വിളിച്ച ഗൗതത്തിന് വിളിച്ചാളാ, അല്ലേ സീനാവുഞ്ഞി. കുതിർന്ന് വാങ്ങല്ലാതെ കൂട്ട നിർത്തിയ നേരം 4 ആന വാങ്ങിയില്ലെങ്കിൽ തൃശ്ശൂർ പൂരത്തിന് 4 കാശുണ്ടാക്കാമായിരുന്നു. അതാണ് പൂരത്തിനും പരിപാടിക്കൊക്കെ കൊണ്ടുപോവുക, കുതിരനെ മാനേജ് ചെയ്യാന്നുള്ളതാണ് ബോസ് പറഞ്ഞിട്ടോ. ബോസ് പറഞ്ഞ സ്ഥിതിക്ക് ഒരു കുതിരനെ വാങ്ങി നോക്കിയാലോ നമുക്കും ബോധ്യം കിട്ടോ. കുതിരൻ്റെ ഒരു കമ്മി പരയിൽ നല്ല കുറവുണ്ടായിനി. ഇനി കുതിരനെയും കൂടി ഓട്ടിട്ട് റോട്ടുമ്പക്കത്ത് വീകാൻ ബാക്കിയുള്ളൂ. നമ്പർ എടുക്കുക ബാഗൻസേ. ഇന്ന് നോൺ സ്റ്റോപ്പ് വ്ളോഗാട്ടോ. അതിനുള്ള കണ്ടന്റ് നമ്മുടെ അടുത്തുണ്ട്. പേടില്ലല്ലോ. ഹായ്, ഹാപ്പി ന്യൂ ഇയർ. ബാ നമ്പർ കിട്ടിയാ? നമ്പറിനാ ഇപ്പൊ പണി. ഭക്ഷണം ഉണ്ടോ? ഓക്കെ. ആ എന്താ ചേട്ടാ? പറഞ്ഞു പറഞ്ഞാൽ ഗൗതമല്ലേ? സുഖല്ലേ? എവിടെ പോണു? എത്ര ക്ലാസ്സിലാ? എന്താ കഴിക്കാൻ വേണ്ടി? ഇവിടെ വരലുണ്ടോ രാധേട്ടങ്ങള്? ചില്ല് പൊട്ടിയൊന്നല്ലേ? ഡിസൈനാണ്. ഡിസൈനാണ് തോന്നുന്നു. സമരക്കാരൊന്നും അങ്ങോട്ട് വന്നിട്ടുണ്ടോ? ഗൗതം വിളിച്ചു നോക്ക്. ഗൗതത്തിനെ വിളിച്ചട്ടെ. അവിടെ കുതിര കൊടുക്കാനുള്ള കുതിര ഉണ്ടോ ചോദിച്ചത്? നല്ല കുതിര അല്ലിമണി. ഓനയില് പോയി ഒപ്പം വരും. ബാത്റൂമിൽ പോയി. പാലക്കാടില്ലേ? പത്തമംഗലം. അപ്പൊ എങ്ങനെ ഇങ്ങോട്ട് കൊണ്ടുവരും? ഓട്ടി കണ്ടോ? ഓരോ വണ്ടിയുണ്ട്, ഓരോ വണ്ടിയിൽ കിട്ടും. ഇവിടെ കൊണ്ടുവന്ന് നടക്കും. പാലക്കാട് ഇവിടെ വരെ കുതിരനെ ഓട്ടിക്കൊണ്ടിരാൻ നിൽക്കുമോ? ബാംഗ്ലൂരിൽ നിന്ന് ആനയായിട്ട് ഞാൻ ഇവിടെ 8 ദിവസം കൊണ്ട് അരീക്കോട് എത്തി ഒറ്റയ്ക്ക്. ചിക്കമംഗളൂരിന്ന് ആനയും കൊണ്ട് 8 ദിവസം കൊണ്ട് ഇവിടെ അരീക്കോട് എത്തിയില്ല. 8 ദിവസം നടക്കണം. പിന്നത്തെ ഒരു കുതിര ഇവിടുന്ന് ഒരു ഒട്ടകം ഒരു കുതിരയും ഭാരത സർക്കസ് ഉണ്ടായിരുന്നില്ലേ, ഓട്ടിയിട്ട് ഞാൻ പറളിലേക്ക് കൊണ്ടുപോയിരുന്നു പാലക്കാട് നടത്തിയിട്ട്. അന്ന് ഞാൻ സർക്കസിലുണ്ടായിരുന്നു. സർക്കസിലും ഉണ്ടായിരുന്നു. ഭാരത സർക്കസ്, ഗേറ്റിൻ്റെ ന്യൂ ഗ്രാൻഡിലൊക്കെ ഉണ്ടായിരുന്നു. ഒക്കെ കുതിര പൂരപ്പറമ്പിലുണ്ടായി, സർക്കസിലുണ്ടായി, എല്ലായിടത്തും ഉണ്ടായിരുന്നു. ഒന്നുകൂടെ ഒട്ടി കൊണ്ടുവരാ അല്ലെ ഗുഡ്സിൽ കൊണ്ടുവരാ? എല്ലാം അവിടെ ഉണ്ട്. ഓൻ്റെ അടുത്ത് വണ്ടി ഉണ്ട്. ഓല വണ്ടി ഉണ്ടാവും. ഓല വണ്ടി ഉണ്ട്. ഓല കൊണ്ടുവന്നു. ഡെലിവറി ഉണ്ടാവോ? ഡെലിവറി ഉണ്ടാവും. എന്താ കഴിക്കാനുള്ളത്? പൊറോട്ട. പൊറോട്ട ആയിട്ടുള്ളൂ? പൊറോട്ട പറ്റുമോ രാറ്റ? എത്ര പൊറോട്ട ആണോ? എല്ലാം മതി. 2 പൊറോട്ട. എനിക്കോ? ഒരു പൊറോട്ട. എനിക്ക് എത്ര പൊറോട്ടയാ? 2 പൊറോട്ട. എനിക്കും 2 പൊറോട്ട. അയക്കെന്താ ഉള്ളത്? ബീഫ് കറിയും ചിക്കൻ കറി. മീൻ കറി ഉണ്ടോ? ബീഫ് ഫ്രൈ, ചിക്കൻ കടായി. ഒരു ബീഫ് ഫ്രൈ, ഒരു ചിക്കൻ കടായി എടുക്കാൻ ചോദിച്ചോ? പോലെ ഒരു ബീഫ്, ഒരു ബീഫ്, ഒരു ചിക്കൻ. ചായ മതി. വിത്തൗട്ട് അല്ലല്ലോ? വിത്തൗട്ടാ? വിത്ത് ഔട്ട് വേണ്ട. പണി
ചായ ആദ്യം എടുക്കോ? ആ 4 ചായ, അടിച്ചോക്കെ 4 ചായ. ഒന്ന് സ്ട്രോങ്. ഗൗതത്തിന് വിളിക്ക്. ഏതാ കുതിര ഏതാ അവിടെ വിത്തൗട്ടില്ല. വിത്തൗട്ട് വേണ്ട. പാട്ടൊക്കെ ഉണ്ട് കേട്ടോ. കോണ്ടാക്ട് നോക്കട്ടെ. നീ ഇച്ചിട്ടില്ല കേട്ടോ. പാട്ടയിൽ വന്നാല് കോപ്പിറൈറ്റ് വരും. ചാനല് ഹലോ അതെ ഗൗതല്ലേ? രാധാകൃഷ്ണനാണ്. നമ്മളെ ആൾക്കാർ കുതിര വണ്ടി ഏതാ ഉള്ള അവിടെ കുതിര? ഞാൻ ഇവിടെ കൊടുക്കാം. അല്ല നമുക്ക് തന്നിട്ട് എടുക്കാം. ഏതാണ് കുതിര ഏതാ ഉള്ളത് ചേട്ടാ? നമുക്ക് ഈ ബ്രീഡ് ഉണ്ടോ? മാർവാടി എന്താവും റേറ്റ്? മാർവാടി 2.1 63 ഇഞ്ച് ഹൈറ്റില് വൈറ്റ്. വൈറ്റ് 63. കത്തിവാരിയാ 2.5 ചോദിക്കുന്നുണ്ട്. ഓക്കെ ഓക്കെ. അത് ഈ നമ്മളെ ആൾക്കാരെ ഇതിലൊക്കെ റൈഡിങ് പോകുന്നതാ. നമുക്ക് ഈ ഇതിനൊക്കെ വിട്ടോട്ടെ, നിലമ്പൂർ പാട്ടിനൊക്കെ കൊണ്ടുപോയിട്ട്. ഓ അതിലൊക്കെ കൂടെ. നോക്കിട്ട് പറയാറേ. ആയിക്കോട്ടെ ആയിക്കോട്ടെ. ഫോട്ടോ ഉണ്ടേ ഒന്ന് വാട്സപ്പിൽ അയക്കോ. ഞാൻ വാട്സപ്പിൽ ഹായ് അയക്കാം. ആയിക്കോട്ടെ ആയിക്കോട്ടെ. ഓക്കെ. നിങ്ങൾ വാട്സപ്പിലില്ല, ഇതില് വാട്സപ്പിൽ കാണിക്കണില്ല. ഈ നമ്പറിലുണ്ട്. നിങ്ങളൊന്ന് എനിക്ക് ഇങ്ങോട്ടൊന്ന് മെസ്സേജ് അയക്കോ, ഇതില് കാണിക്കണില്ല. നോക്കട്ടെ, ഞാൻ കുറച്ച് തിരക്കില്ല, ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് കൂടെ. ആയിക്കോട്ടെ. ആയിക്കോട്ടെ. വേറെ ഏതോ ഡീലറെ കോള് വരുന്നേ. 182. ഹലോ, അല്ല അവിടെ പോയി നോക്കണ്ടേ നമുക്ക്? മറ്റാളെ എപ്പോഴും റെഡി, ഇന്നലെ കാത്തിക്കണത് തന്നെ. നായ വേറെ ഒന്നിനവിടെ കൊണ്ട് കെട്ടീന് കേട്ടോ. നല്ല കുഴക്കണ ജർമ്മസപ്പാട്. ആ മറ്റേനെ കെട്ടിയിട്ടില്ല. മറ്റേ കല്യാണത്തിന് പോയതാ. മധുവേ മാടത്തേക്ക് പോയിത്തു. ആ തക്കാരം കഴിഞ്ഞ് ഇപ്പൊ ചോറ് കൊടുത്തല്ലാണ്ട് അപ്പൊ വരണ്ടാവും. ഞാൻ പോയിക്കോട്ടെ, അതിലും നല്ല അടിപൊളി നായിൻ്റെ അവിടെ. ആ ആ ആ ആയിക്കോട്ടെ, മതി മതി മതി. ആരെ കല്യാണത്തിന് പോയത്? നായി കല്യാണത്തിന് പോയേ? ആ ഓല സമയല്ലേ, ഓല എണ്ണ ചേരാനേ. ആ അങ്ങനെ എണ്ണ ചേരാൻ കൊണ്ടുപോയി. കൊണ്ടുപോയതല്ല, ചങ്ങല പൊട്ടിച്ച് പോയി. നായി പോയി. അതാണ്. അപ്പൊ കന്നിമാസത്തിലല്ലേ പോവാ? ഓൽക്കിപ്പോ മാസത്തിന്റെ കണക്കൊന്നുമില്ല. നായിക്കില്ലേ? എല്ലാ മാസം എന്താല്ലേ പണ്ട് കന്നിമാസം എന്നൊക്കെ പറഞ്ഞു. ഇപ്പൊ കഞ്ഞിയും ചെങ്ങിയും ഒക്കെ കണക്കാ. ഇപ്പൊ നായ്ക്കൊന്നും കഞ്ഞില്ല, ഒക്കെ ചെന്നി കയറിക്ക. ആ കോവിഡ് വന്നതിന്റെ ശേഷം, കോവിഡ് വന്നതിന് ശേഷം നായ്ക്കളുടെ ടൈം ടേബിൾ ഒക്കെ തെറ്റി. പെരയിൽ ഇങ്ങനെ ഇരിക്കല്ലേ, ക്വാറന്റൈൻ അല്ലേ? ക്വാറന്റൈൻ. നായ്ക്ക് വാക്സിൻ വെക്കണോ കൊറോണക്ക്? ആണല്ലോ. വാക്സിൻ ഇഞ്ചക്ഷൻ ഉണ്ട്, മറ്റേ വേപ്പിനൊക്കെ ഉണ്ട്. കൊറോണന്റെ ടൈമിലല്ല എല്ലാവർക്കും വെച്ച് കോവാക്സിനും അത് വെച്ചിനോ? നായ്ക്കൊക്കെ നായ്ക്കൊന്നും പറ്റില്ല. പക്ഷെ എല്ലാവർക്കും പകരും കേട്ടോ കൊറോണ. നായ്ക്കൊക്കെ വരും. വവ്വാലിനല്ലേ വരിക? എന്നിട്ട് ഇപ്പൊ വാവലിനൊന്നും കൊറോണ എവിടുന്ന വരിക? ഏതോ മാർക്കറ്റത്തെ ഇതിന്ന് വന്നതല്ലേ, എന്തോ പരീക്ഷണം നടത്തിയിട്ട് അത് വാവലാക്കിയത്. വാവലിന്ന് അങ്ങനെ നോക്കുകയാണെങ്കിൽ നമ്മളെ തൊടിയിട്ട് ഇഷ്ടംമാതിരി വാലിൻ്റെ അടക്ക പേത്തമ്പിൽ എഴുതില്ല. എന്നിട്ട് അത് തിന്നേ കൂടി കടിച്ചത് തിന്നുന്നുണ്ട് നമ്മൾ. എന്നിട്ട് അതും കൂടി നിങ്ങൾ തിന്നല്ലോ. ഞാൻ തിന്നുന്നുണ്ട്.
മെരുക്കത് ഇതൊന്നും വന്നിട്ടില്ല. പണ്ടൊക്കെ മണ്ണ തിന്നണവർക്കൊന്നും പ്രശ്നമല്ല. ഇതൊക്കെ പുതിയ ആൾക്കാർക്കല്ലേ ഈ പ്രശ്നം. ഇപ്പൊ ലേറ്റസ്റ്റ് മോഡലല്ല പുതിയ ആൾക്കാർക്ക്. നമ്മള് പോസാട്ടോ, പുതിയ ആൾക്കാർക്കാണ് ഇപ്പൊ പ്രശ്നം. പുതിയ ആൾക്കാർക്ക് ഒന്നും തരണം ചെയ്യാൻ പറ്റില്ല. അപ്പം ഞാൻ ഒരു കാര്യമല്ലേ, ഇപ്പം നമ്മളെ ആൾക്കാർ ആരെങ്കിലും ഒരു പണിക്ക് കൊണ്ടേ 6 മണിക്കൂറില്ല. ഇപ്പം പോലെ അടങ്ങിയ 10 മണി ആവട്ടെ വിചാരിച്ചാൽ ഇവരേക്ക് പോകാം. എന്നിട്ട് 2 ബുക്ക് കൊണ്ടുവരും, ബുക്ക് അതിൽ വെള്ളം കൂട്ടിയാണ്ട് വിറ്റിയാണ്ട് കയ്യിലാക്കുക. പഠിക്കില്ല, പെണ്ണുങ്ങളെ പണിക്കാരനാക്കും. അതൊരു മോശപ്പെട്ട പരിപാടിയല്ലേ വെള്ളം ചേർക്കുക. പെണ്ണുങ്ങളെ പണിക്ക് അല്ല, ഇതില് വെള്ളം ചേർക്കലുണ്ട്. പാലല്ലേ വെള്ളം ചേർക്കലുള്ളൂ? പാലല്ല, അതിലെല്ലാം വെള്ളം ചേർക്കും. ആണോ? അപ്പൊ ഒരം കുറയില്ലേ? അവരും പറഞ്ഞിട്ട് കുടിച്ച് കഴിഞ്ഞിട്ടല്ലേ കായും വാങ്ങിയിട്ടല്ലേ നോക്കൂല പോലെ ആൾ കുടിച്ചാൽ ലേശം ചെന്ന് കഴിഞ്ഞാൽ പിന്നെ ആൾ കുടിക്കുന്നല്ലേ. പിന്നെ ടേസ്റ്റ് കിട്ടി കഴിഞ്ഞാൽ കിട്ടണവരെ അങ്ങനെ ആരും പണിക്ക് പോകില്ല. പെണ്ണുങ്ങൾ പണിക്ക് പോകണമുണ്ട്. അവർക്കിപ്പോൾ ഒരു 200 ഉറുപ്പ് പണിയുണ്ടല്ലോ. തൊഴിലുറപ്പ് എന്ന് പറയും, 200 ഉറുപ്പാണ് പണി. അപ്പോൾ ഗൗതപ്പോൾ ഫോട്ടോ വിട്ടുതരും. രാവിലെ തന്നെ എത്ര തിരക്ക്? ഓൻ തിരക്ക്, ഓൻ പല ബിസിനസ്സാണ്. ഒട്ടകം മുതൽക്കുണ്ട് അവിടെ. കുറെ പരിപാടികളുണ്ടല്ലേ? ഒട്ടകത്തിനൊക്കെ എവിടുന്ന പോലെ എടുക്കണേ? ചെന്നൈന്ന്. ഒട്ടകം ഇങ്ങനെ ചെന്നൈയിലുണ്ടാവുക? എവിടുന്ന് വരികയാണ്? ഒട്ടകം ഗൾഫിലുള്ള സാധനല്ലേ? അല്ലല്ല, ഒട്ടകം ഇവിടെ ഉണ്ട്, രാജസ്ഥാനിലില്ല കേട്ടോ. ഒട്ടന്മാര് അവിടുന്ന് കൊണ്ടുവന്നിട്ട് ചെന്നൈയിൽ ഇറക്കും. ഇതിനൊക്കെ കച്ചവടക്കാരെ ഏജന്റുമാരുണ്ടേ. ഒട്ടകത്തിനും ഒരൊട്ടകത്തിന് എത്ര രൂപ? അതെങ്കിപ്പോ എന്നോട് ചോദിച്ചാൽ മതി, അറിയാത്ത കാര്യം. കുതിര 35 റുപ്യ കിട്ടാണ്. 5 പൂരം കഴിഞ്ഞാൽ കുതിര പ്രോഫിറ്റബിൾ ആയി. പിന്നെ 2.5 ലക്ഷം എന്ന് പറഞ്ഞ കുതിരക്ക് പറച്ചിലല്ലേ. ലാസ്റ്റ് എത്രക്ക് ചവിട്ടും മുപ്പര്? അവർ 10-60 റുപ്യ കിട്ടും. നല്ല നിങ്ങളെന്താ ഒരു ബ്രീഡിന്റെ പേര് അറിയില്ല? എന്താ കാറ്റ്പാടി മാർവാടി ഒക്കെ ഉണ്ട്. ഏതാ നല്ലേ? മാർവാടിയാണ്. ഒക്കെ ട്രെയിനിങ് കഴിഞ്ഞ കുതിരകളെ ഉണ്ടാവുള്ളൂ അവിടെ. മറ്റേ ആളെ ചവിട്ടണം കളിച്ചിട്ടൊന്നും ഉണ്ടാവില്ല. ഒക്കെ പുറത്തേരി ഇത്ര പോകുന്ന മക്കൾ പുറത്തേരി പോകണം. എന്നാലും നിങ്ങളൊരു ട്രെയിനിങ് കൂടി കിട്ടിയാലേ നമുക്ക് ട്രെയിനിങ് വേണ്ട, നമുക്ക് അപ്പം തന്നെ ട്രെയിനിങ്. ഓൻ്റെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഞങ്ങൾ അതിൻ്റെ ഒന്ന് ഒട്ടി വെക്കി അറിയാം. ഞാൻ ചെന്നാൽ ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് കാണാവും. പുറത്ത് ചാടിയായിട്ട് കയറും, മുക്കിലോട്ട് പാർത്ത കൂടെ നേരെ കിട്ടും. പവറുണ്ട്. മേരിക്കാൻ കഴിവുള്ളെങ്കിൽ 10 കുതിര ഒപ്പം വന്ന ഓട്ടറിന് എന്താ പഞ്ചാബ്. പിന്നെ ഇതിലേക്ക് വേറെ കാര്യമുണ്ട്. പുറത്തുനിന്ന് അഥവാ നമ്മൾ വീണ് കഴിഞ്ഞാലും അനങ്ങൂല കുതിര അവിടെ അടക്കും കേറിക്കോളിയും കേറിക്കോളി എന്ന് പറഞ്ഞിട്ട് പിന്നെയും കയറ്റി വിട്ടൂല്ലേ. പക്ഷെ ഈ കുതിരന്റെ കാലിന് എന്ത് പറ്റിക്കഴിഞ്ഞാൽ കൊന്നു കളിയണാണല്ലോ ചില ആൾക്കാർ. കാല് പൊട്ടിക്കഴിഞ്ഞാൽ അപ്പം നമ്മളെ കാല് പൊട്ടിയാലും വെച്ച് കെട്ടിയാൽ ചിലത് വെച്ച് കെട്ടിയാന്ന് ശരിയാവും, ശരിയാവില്ല. കാരണം ഓരോ ഓട്ടത്തിന് കൊണ്ടുപോകണല്ലേ. ഓട്ടത്തിന് ആവശ്യത്തിന് മാത്രം വാങ്ങണോലുണ്ട്. ഞാൻ കുറെ വീഡിയോയിൽ അങ്ങനെ കണ്ടിക്കണ്. ഈ മത്സരത്തിനെ കൊണ്ടുപോകണ കുതിരല്ലേ, അത് വെച്ചിട്ടൊക്കെ റെഡിയാവും. പക്ഷെ ഓല് വെച്ചിട്ടൂല, ഓല് കാലിന് എന്തെങ്കിലും പറ്റിയാൽ വെടി വെച്ചോല്ലോ. ഇത് റേസിങ്ങിന് പോണ കുതിരകൾ എന്താ വെച്ചാൽ സാധാരണ അതിന് ഒഴിവാക്കുന്ന കുതിര അതൊക്കെ വെടിവെച്ച് കൊല്ലണം എന്നാണ് ഇതിനെ. റേസിങ്ങിൽ തോറ്റു കഴിഞ്ഞാൽ അത് നമ്മൾ കാളിയും പോരും പൂട്ടുമ്പോൾ കാളാതെ പോയി കഴിഞ്ഞാൽ പിന്നെ അറക്കാൻ കൊടുക്കല്ലേ. അതിനാണ് നമ്മൾ കൊണ്ടുവന്നിട്ട് മറ്റേ പീക്കി ബ്ലൈൻഡേഴ്സിലൊക്കെ ഉണ്ട്. ഇൻ ദ ബ്ലിക്ക് മിഡ് വിന്റർ എന്നാണ് ഒറ്റ വെടി. അല്ല, അപ്പൊ റേസിംഗില് പാവം കുതിര. റേസിങ്ങിൽ സ്പീഡ് ഇത് കിട്ടാത്തതാണെങ്കിൽ കളിയാക്കല്ലാണ്. അതിൽ പുറത്തേക്ക് ബുക്ക് നിന്നിട്ട്. പക്ഷെ കൊല്ലാതെ എന്തെങ്കിലും വേറെ എന്തെങ്കിലും കൊടുത്തുകൂടായിരിക്കല്ലോ. അങ്ങനെ കൊടുക്കണതന്നല്ലേ ഇതൊക്കെ, അങ്ങനെ കിട്ടണത്. സ്പീഡ് കമ്മിയില്ല അല്ലേ? സ്പീഡ് കമ്മിയില്ല. ഇപ്പോൾ കാളിമ്പൂരിയൊക്കെ പയഞ്ഞല്ലേ ഇറക്കാൻ കൊടുക്കും. പൊറാട്ട എടുത്തോളൂ. ഇനി പൊറാട്ട എടുത്തോളൂ. ടൈമായി. ബീഫിൻ്റെ വെള്ളം മുളച്ചാൽ മതി. ബീഫിന് വെള്ളമല്ല, ബീഫുണ്ട്. ബീഫുണ്ട്, ചിക്കനുണ്ട്. ചിക്കനും കൊടുക്കും. 10 മണി ആയിട്ടോ. ഞാൻ അതാ നിങ്ങൾ 10 മണിക്ക് തിന്നുള്ളൂ അപ്പൊ അങ്ങനെ എടുത്ത്. ചിക്കൻ ഇട്ടാലോ?
എന്തായാലും കഴിച്ച് കഴിഞ്ഞിട്ട് ബാക്കി നമ്മൾ എന്താ മൂപ്പര പേര് ഗൗതമനെ വിളിച്ചിട്ട് ബാക്കി വിവരങ്ങളും വിശേഷങ്ങളൊക്കെ നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ കാണാം. നമ്മളെന്തായാലും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. രാവിലെ തന്നെ ഈച്ചിപ്പോൾ പോകുന്നതിൻ്റെ പൊറാട്ടയും ബീഫായിട്ട് അപ്പം വന്നിട്ട് അല്ലെങ്കിൽ ഇപ്പം വരില്ല. പക്ഷെ പോകാൻ മുതലായില്ലേ? എന്തൊക്കെ അറിവുകളാണ് കിട്ടിയേ? നമുക്കിതിനെ കുറിച്ചൊന്നും വലിയ നോളജ് ഇല്ലേ, നോളജ് കുറവാണ്. പോരെ. അപ്പം എന്തായാലും ഭക്ഷണം കഴിച്ചതിൻ്റെ ബാക്കി വിവരങ്ങളും വിശേഷങ്ങളും കാണാം. ഇതാ പള്ളി സ്കൂളിലെ കുട്ടികൾ നമ്മളെ നോക്കി സ്വാഗതം ചെയ്യുന്നു. പോലെ പൊറാട്ട തിന്നലുണ്ടോ ശരിക്കും രാവിലെ? ഞാൻ എല്ലാം ഇങ്ങോട്ട് കഴിച്ചാത്തൊക്കെ തിന്നു. ജീവിതത്തിൽ ഇന്നലെ ഞാൻ കാടേൻ്റെ തിന്നു. വണ്ടി കാടേ പറഞ്ഞല്ലേ ഇപ്പൊ ഇന്നലെ കാടൊക്കെ വെച്ച് കൂടിന്ന്. എങ്ങനെയുണ്ട് കാട? കാട ഇല്ലുമ്പോഴാണ് രസം. സ്പ്രിംഗ് ഓയിൽ നിങ്ങളോ? ടേസ്റ്റ് ഉണ്ടോ? ആ അങ്ങനെ ഒരു രസം അല്ലേ? അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മളെ ഇന്നത്തെ ഒരു ദിവസം കിഡിലൻ സ്റ്റാർട്ടാണ് നമുക്ക് കിട്ടിയത്. ഇക്കൊല്ലത്തെ ബെസ്റ്റ് ഡേ സ്റ്റാർട്ടിങ് ആണ് കിട്ടിയത്. രാവിലെ നീച്ചാൽ ഇതേപോലത്തെ പരിപാടികളൊക്കെ നടക്കുന്നുള്ളത് ഇപ്പോൾ എനിക്ക് മനസ്സിലായി. കുട്ടികളെ സ്കൂളിൽ ആക്കാൻ പറ്റും, അതുപോലെ തന്നെ ഏട്ടനെ പോലെ നമ്മളൊപ്പം കൂടാൻ പറ്റും, ഓരോപ്പം ട്രിപ്പ് അടിക്കാൻ പറ്റും. ഞാൻ ഈ സത്യം പറഞ്ഞാൽ എനിക്ക് രാവിലെ ഈച്ച മുതലായി ഫുൾ നമ്മൾ എൻജോയ് ചെയ്തിട്ട് ഇന്നത്തെ ഒരു ദിവസം ഫുള്ള് കംപ്ലീറ്റ് എൻ്റർടൈൻമെൻറ്റ് പാക്കേജ് ആയിട്ട് എൻജോയ് ചെയ്തു. അപ്പം സ്കൂളൊക്കെ തുറന്നിരിക്കുകയാണ്. എല്ലാ സ്റ്റുഡൻസിനും എല്ലാവിധ ആശംസകളും. ഉഷാറായിട്ട് പഠിക്കുക. ലാസ്റ്റ് ഒരു 3 മാസമാണ് നിങ്ങളെ. കരീമാക്കല്ലേ മൂപ്പരെത്രങ്ങാനും നടക്കും അറിയോ? ആ മൂപ്പര് കണക്കിന്റെ മാശിന് അതാ മൂപ്പര് കൂട്ടണേ. ചിലപ്പോ കാണാം പടക്കണം, വില കൂട്ടന്മാരാ, ചിലപ്പോ കാണാം അവിടെ തൊണ്ടി. ആ നടത്തം ഇങ്ങനെ നടന്നു പോരും. ആന്ന് എത്ര മൂപ്പര് ദിവസം നടക്കറിയോ? അപ്പം വ്ളോഗ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മസ്റ്റായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നമ്മൾ 29 lakh സബ്സ്ക്രൈബേഴ്സിലേക്ക് പോവുകയാണ്, 2.9 million. അപ്പോൾ എന്തായാലും മസ്റ്റായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും വ്ളോഗ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണു. വൺസ് അഗൈൻ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദ വ്ളോഗ് ഗൈസ്. ഐ ലവ് യു ഓൾ. ബൈ ബൈ. ഞാൻ ബോസിനെയും കൊണ്ട് വീണ്ടും വരാം. ബൈ ബൈ.